നമസ്കാരം. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്നതിനെ എതിർത്തും അനുകൂലിച്ചും വാദപ്രതിവാദം. സിപിഐയുടെ വിദ്യാർത്ഥി സംഘടനയായ AISF സ്വകാര്യവൽക്കരണത്തിനെതിരാണ്. നിലപാടുകൾ കാലത്തിനനുസരിച്ച് മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിശദീകരിച്ചു. വൈകി വന്ന വിവേകമാണിതെന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ ചെയർമാൻ TP ശ്രീനിവാസൻ പ്രതികരിച്ചു. മികവിന് വേണ്ടിയാണല്ലാതെ കച്ചവടത്തിന് വേണ്ടിയല്ല സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നത് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. ഈ ചർച്ചയിൽ ശ്രീ M വിജിൻ CPM, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ശ്രീ പ്രിന്റു മഹാദേവ് BJP, ഡോക്ടർ പ്രേംകുമാർ ഇടത് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ M വിജിൻ, മികവിന് വേണ്ടിയിട്ടാണ് സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്ത് കൊണ്ടുവരുന്നത്, സംസ്ഥാനത്ത് അനുവദിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് അനുവദിച്ചില്ല എന്ന ചോദ്യം സംഗതമാണ്. ഈ മികവിനെയാണോ നിങ്ങൾ തടുത്തു നിർത്തിയിരുന്നത് എന്നുള്ളത് ചോദ്യമാണ്. UDF സർക്കാരിന്റെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ ഒരു പ്രപ്പോസലായി വന്നപ്പോൾ അതിനെ അതിശക്തമായി എതിർത്തതാണ് ഇടത് മുന്നണിയും അതുപോലെ തന്നെ SFIയും ഒക്കെ. ഇപ്പോ ഇത്രയും കാലം വേണ്ടി വന്നോ ബോധോദയത്തിന് എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. ഇവിടെ പറഞ്ഞ രണ്ട് ഭാഗത്തെയും ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച ഈ പുതിയ സർവകലാശാല ബില്ലും അതോടൊപ്പം തന്നെ നേരത്തെ UDFൻ്റെ കാലത്തെ സമരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു. അതിനെ രണ്ടായി കാണുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അത് എനിക്ക് തോന്നുന്നു ഒരു വളരെ തെറ്റായ നിലയിലുള്ളൊരു പ്രചരണമായി അതുമായി ബന്ധപ്പെട്ട് നടന്നത്. കാരണം അന്ന് UDFൻ്റെ കാലത്ത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ മീറ്റ് ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ച SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. അന്ന് നടത്തിയ സമരവും സമരത്തിൻ്റെ മുദ്രാവാക്യത്തെയും വളരെ തെറ്റായ നിലയിലാണ് ഇന്ന് അവതരിപ്പിക്കപ്പെടുന്നത്. അന്ന് 2016 UDFൻ്റെ ഗവൺമെൻറ് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ കൊണ്ടുവരിക എന്നതായിരുന്നു അന്നത്തെ തീരുമാനം. അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒന്നല്ല. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഈ യൂണിവേഴ്സിറ്റി ബില്ലുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒന്നാണ്. ആ ബന്ധമില്ലെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോണിലൂടെ അന്ന് UDFൻ്റെ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. അന്ന് ഒരു സമിതിയെ വെക്കുകയും ആ സമിതി 2016 കാലത്ത് തന്നെ സ്വകാര്യ സർവകലാശാലകൾ ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അന്ന് നയിച്ചിരുന്നത് TP ശ്രീനിവാസനായിരുന്നു. താങ്കൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം കോവളത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്നത് പോലും വിദ്യാഭ്യാസ സംഗമവുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഇപ്പോൾ ശരി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 അധികാരത്തിൽ വന്നല്ലോ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. അന്ന് തന്നെ ആകാമായിരുന്നു സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ. അതിന് മുൻപ് VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോൾ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ആകാമായിരുന്നു. ഇന്ന് രാജ്യത്ത് 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ആ ബസ് പോയി കഴിഞ്ഞിട്ട് കൈ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഞങ്ങൾ 2025 ആകുമ്പോൾ മികവിന് സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങണം, കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് തോന്നുമ്പോൾ അതിലൊരു തെറ്റിദ്ധരുത്തലില്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയം. അല്ല, ഇവിടെ അതിനെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഉത്തരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്, അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അതിൽ വളരെ പ്രധാനമായും അന്ന് UDFൻ്റെ കാലത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ അന്ന് അവർ വിഭാവനം ചെയ്തത് 100 ഏക്കർ സ്ഥലത്ത് ഒരു പ്രത്യേക സംവിധാനമാണ്. ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ എന്നത് അന്ന് നമ്മൾ തന്നെ ഉയർത്തിയത് സ്പെഷ്യൽ എക്കണോമിക് സോൺ പോലെ, അതിന് പ്രത്യേക GST ഉൾപ്പെടെ ബാധകമല്ലാത്ത എക്കണോമിക് സോൺ എന്ന പോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺ വരുമ്പോൾ അന്ന് വിദേശത്തുള്ള ഒരിക്കലും ഇവിടുത്തെ കുട്ടികൾ ആകർഷിക്കുന്ന യൂണിവേഴ്സിറ്റികളായിരുന്നില്ല. അത് നമ്മളന്ന് ശക്തമായി ഉയർത്തിപ്പിടിച്ചതാണ്. ഇന്ന് നമ്മൾ കാണുന്ന സ്റ്റാൻഫോർഡോ ഓക്സ്ഫോർഡോ അല്ലെങ്കിൽ അതുപോലുള്ള യൂണിവേഴ്സിറ്റികളെയാണ് നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കാണുന്ന ഒരു യൂണിവേഴ്സിറ്റികളുമായിരുന്നില്ല. അതിൽ വളരെ പ്രധാനമായും അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം, നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം 111 അന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെ ചോദിച്ച ചോദ്യത്തിന് വിദേശ സർവകലാശാലകൾ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ, ഏതെല്ലാം സർവകലാശാലയാണ് രജിസ്റ്റർ ചെയ്തത് എന്ന ചോദ്യത്തിന് അന്നത്തെ ഗവൺമെൻറ്റിന് യൂണിവേഴ്സിറ്റികളുടെ പേര് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ കൃത്യമായി അതിൻ്റെ മറുപടിയും വളരെ രസകരമാണ്. അതിന് മറുപടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അതിന് കൊടുത്തത്, അതിൽ 47 പേർ ദേശീയ സ്ഥാപനങ്ങൾ 86 പേർ സംസ്ഥാന സ്ഥാപനങ്ങളെയും പ്രതികരിച്ചുകൊണ്ടാണ് പങ്കെടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല. അന്ന് ഇവിടെ സ്പെഷ്യൽ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ സോൺ ഉണ്ടാക്കിക്കൊണ്ട് റിസർവേഷൻ നിയമമില്ല, ഫീസ് നിയമമില്ല, അധ്യാപകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ഇല്ല, മെറിറ്റ് ഇല്ല, SC/ST സംവരണമില്ല, പൂർണ്ണമായും ഒരു കച്ചവടത്തിന്റെ സാധ്യതയെ തുറന്നു വെച്ചതിനെയാണ് അന്ന് ഞങ്ങൾ ശക്തമായി എതിർത്തത്. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി കൃത്യമായി കേരളത്തിൽ മെറിറ്റ്, സാമൂഹ്യ നീതി അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഈ പുതിയ ബിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്. അതിലെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്, സാമൂഹ്യ നീതി ഉൾപ്പെടെ. സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുക്കാൻ നേരത്തെ അന്നത്തെ
മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി പറഞ്ഞത് 2 സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ്, 50% സീറ്റുകൾ മെറിറ്റിലാണ്. അപ്പോൾ 50% സീറ്റുകൾ സർക്കാർ കോളേജിൽ കിട്ടുന്നത് മാതിരി ഒരു സ്വാശ്രയ കോളേജ് വരുമ്പോൾ അവിടെ 100 സീറ്റ് ഉണ്ടെങ്കിൽ 50 സീറ്റ് മെറിറ്റിൽ കിട്ടും. അങ്ങനെ 2 സ്വകാര്യ കോളേജ് വന്നാൽ ഒരു സർക്കാർ കോളേജിന് സമമായി എന്ന ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് സ്വാശ്രയ കോളേജുകൾക്ക് അനുമതി കൊടുത്തത്. അതിനെ തുടർന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിനുശേഷം ഉണ്ടായത്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് വർത്തമാനത്തിൽ നിൽക്കാം. ശ്രീ റിജിൽ, ഇവിടെ നോക്കൂ, ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ സമ്പൂർണ്ണമായി അതിന്റെ നിയന്ത്രണാധികാരം, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായ അധികാരം നടത്തുന്ന ആളുകൾക്കാണ് എങ്കിലും ചില നിബന്ധനകളുണ്ട്. 40% സീറ്റുകൾ മലയാളികൾക്കായിരിക്കണം. ഈ 40% സീറ്റുകളിൽ സംവരണ തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പട്ടിക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് റിഡക്ഷൻ കൊടുക്കുകയും വേണം. അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ കേരളത്തിൽ സാമൂഹ്യനീതിക്ക് അനുസൃതമായി അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ 40% സീറ്റുകളുടെ കാര്യത്തിൽ അനുവർത്തിക്കപ്പെടുമെന്ന ഉറപ്പോടുകൂടി സ്വകാര്യ സർവകലാശാലകൾ വന്നാൽ കുഴപ്പമുണ്ടോ? സ്വകാര്യ സർവകലാശാലകളെ UDF എതിർക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷേ, സ്വകാര്യ സർവകലാശാലകളെ എതിർക്കാനുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറക്ക് അവർക്ക് വിദേശ സർവകലാശാലകളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം ഈ കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചും അത് ഇത്തരമൊരു തീരുമാനം എടുത്ത അടിസ്ഥാനത്തിലായിട്ടില്ല ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഇത്തരമൊരു തീരുമാനം എടുത്തുകൊണ്ട് ഒരു ശ്രീ TP ശ്രീനിവാസനെ പോലെയുള്ള ഏറ്റവും ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരു മനുഷ്യനെ അതിൻ്റെ ചെയർമാനാക്കി വെച്ചുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ ആരംഭിച്ചത്. ആ ഡിസ്കഷനകത്ത് നയരൂപീകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ ആ TP ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആ അദ്ദേഹത്തെ ഉൾപ്പെടെ അതിക്രൂരമായി SFIയുടെ നേതാക്കന്മാർ ആക്രമിച്ചത്. കേരളത്തെ സ്വകാര്യ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അരാജകത്വം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ സമരം നടത്തിയത്. ഇപ്പോൾ ശ്രീ വിജിന് തന്നെ പറയുന്നു, അദ്ദേഹത്തിന്റെ ഓഡിയോ വീഡിയോ ഒക്കെ ഇപ്പോൾ വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. എത്ര കിട്ടി ഉമ്മൻചാണ്ടി എന്ന് ചോദിച്ചത്, ഇപ്പോൾ പിണറായി വിജയൻ എത്ര കിട്ടി എന്ന് ചോദിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഒരു നാടിന്റെ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളും സ്വകാര്യ സർവകലാശാലകൾ സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ കേരളം പോലെ ഏറ്റവും സാക്ഷരമായി നിൽക്കുന്ന ഒരു നാട്ടിനകത്ത് ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്ത ആളുകൾ ഇവരാണ്. ഇവർ ഒന്നിന്റെ നിറം മാറുന്ന ആളുകളാണ് ഇവർ. അപ്പൊ ഇവർക്ക് ഇങ്ങനെയാണ് എല്ലാ കാലത്തും. ഏതെങ്കിലും ഒരു കേരളത്തിന്റെ 50 വർഷക്കാലത്തെ വിദ്യാഭ്യാസ ചരിത്രത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് എല്ലാ തരത്തിൽ പിറകോട്ട് കൊണ്ടുപോയ ഒരു പാരമ്പര്യം SFIക്കും CPM-നും ആ CPM-ന് ഉണ്ടായതിന്റെ ഭാഗമായി പിന്നെ അവർ അധികാരത്തിൽ വരുമ്പോൾ അത് വിഴുങ്ങാൻ ഒരു മടിയില്ലാത്തവരാണ്. നമുക്കൊക്കെ അറിയാൻ സാധിക്കും. പൂച്ച എലിയെ പിടിക്കുന്നത് പോലെ, ആന കരിമ്പ് തിന്നത് പോലെ, സിംഹം മാനെ തിന്നത് പോലെ സ്വന്തം ഛർദി വാരി തിന്നവരാണ് കമ്മ്യൂണിസ്റ്റുകൾ. ആ ഒരു വർഗ്ഗമാണ്. അത് ഈ നാടിന്റെ അകത്ത് വികസനപരമായി ഒരു സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ നയങ്ങളെയും അട്ടിമറിക്കപ്പെട്ട ഒരു പാരമ്പര്യമുള്ള ആളുകളല്ല ഇവർ. ഇപ്പൊ ഞങ്ങൾ ഇവരെ പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എതിരെ സമരം ചെയ്ത ആളുകളല്ല. കേരളത്തിൽ ഇന്ന് വരുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അവരൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ തന്നെ വാസയോഗ്യമായി അവിടെ തന്നെ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വരുന്നില്ല. എന്തേ കാരണം? ഈ ഒരു 10-12 കൊല്ലം മുമ്പ് ഇത് കേരളത്തിൽ ആരംഭിച്ചെങ്കിൽ ഈ വിദേശ സർവകലാശാലകൾ ഈ കേരളത്തിനകത്ത് വന്നെങ്കിൽ ഈ കുട്ടികളുടെ ഒഴുക്ക് തടയാമായിരുന്നില്ലേ? അവർക്ക് ആ വിദ്യാഭ്യാസം ഇവിടെ കിട്ടുമായിരുന്നില്ലേ? ചെറിയ ചെലവ് കിട്ടുമായിരുന്നില്ലേ? അത് തടസ്സപ്പെടുത്തിയവരാരും ഇവരല്ലേ. ഇപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് ബോധോദയം വന്നത്. നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഈ വിദേശ സർവകലാശാലകൾ സ്വീകരിച്ചിരിക്കുന്നു, കാലത്തിനനുസരിച്ച് മുമ്പോട്ട് പോയിട്ടില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് ഇപ്പോഴാണ് ബോധം വന്നത്. ഇതുപോലെ ട്യൂബ് ലൈറ്റായ ഒരു പ്രസ്ഥാനം ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ബുദ്ധി വരാത്ത ആളുകളിൽ ഇവരുടെ ചരിത്രം തന്നെ എടുത്തു പരിശോധിച്ചു. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ ചോദിച്ചല്ലോ, AK ആന്റണി കൊണ്ടുവന്ന സ്വാശ്രയ കോളേജിനെതിരെ സമരം നടത്തി. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ SFIയുടെ നേതാവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉൾപ്പെടെ സമരം നടത്തിയിട്ടില്ല ഇവരെ വാക്ക് കേട്ടിട്ട്? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അതിൻ്റെ അത് കുറ്റബോധം തോന്നില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുക, എത്ര ഈ നാടിനകത്ത് ഇതുപോലെ സമരം നടത്തി മുമ്പോട്ട് പോയി ഒരു വലിയ തലമുറയല്ലേ തകർത്തത്? എന്നിട്ട് ഇവർ വന്നപ്പോഴെന്താ ഈ നാട്ടിലെ DYFIക്കാരന്റെ പേരിൽ, മരിച്ചുപോയ DYFIക്കാരന്റെ പേരിലൊക്കെ സ്വാശ്രയ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളും മെഡിക്കൽ കോളേജിലും സ്ഥാപിച്ചവർ ഇവരല്ലേ? നിഷേധിക്കാൻ പറ്റുന്നുണ്ടോ? പരിയാട് മെഡിക്കൽ കോളേജ് നമ്മുടെ മുമ്പിലില്ലേ? പരിയാട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ കരുണാകരന്റെയും രാഘവന്റെയും സ്വകാര്യ സ്വത്താണെന്ന് പറഞ്ഞ് കേരളത്തിനകത്ത് അതിരൂക്ഷമായ സമരം നടത്തി. കൂത്തുപറമ്പിൽ 5 ആളുകളെ കൊന്നല്ലോ, അന്ന് കൊലക്ക് കൊടുത്തല്ലോ. പുഷ്പൻ ഇപ്പല്ലേ മരിച്ചുപോയത്? ആ പുഷ്പന്റെ പേരിലിടണം ഇനി പുതിയ സർവകലാശാലയുടെ പേര്. ഇവർ തുടങ്ങുന്ന സർവകലാശാലയുടെ പേര് ഉദ്ഘാടനം ചെയ്യാൻ സഖാവ് പുഷ്പൻ സ്മാരക സർവകലാശാല എന്ന് നാമകരണം ചെയ്യണം. എന്തിനാണ് നിങ്ങൾ എന്നുള്ളതാണ് UDFന്റെ ചാർജ്, അല്ലാതെ സ്വകാര്യ സർവകലാശാലയോട് എതിരല്ല. അഭിലാഷേ,
അല്ല ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പരിയാരം മെഡിക്കൽ കോളേജ് കോളേജിന്റെ പിന്നെ അതിന്റെ ചെയർമാനായ ആരാ? എം വി ജയരാജനല്ലേ? ഇവരതിനെ നശിപ്പിച്ചില്ലേ? ആ പരിയാരം മെഡിക്കൽ കോളേജിനെ. ആ രാഘവനെതിരായി നടത്തിയ സമരം ഇപ്പോ ഈ നികേഷ് കുമാർ ഉൾപ്പെടെ ഇവരെ കൂട്ടത്തിലാണ്. ആ രാഘവനെ കൊല്ലുന്നതിന് വേണ്ടി ഇവർ നടത്തിയില്ല. അദ്ദേഹത്തിന്റെ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രം ചുട്ടരിച്ചില്ലേ? സിംഹവാലിനെയും കുരങ്ങിനെയും മാനിനെയും മുതലയെയും രാജവമ്പാലയും ചുട്ടുകരിച്ച് കൊന്നില്ലേ? സിംഹവാലൻ കുരങ്ങിന്റെ കാല് വെട്ടിയപ്പോ പ്രാണരക്ഷാർത്ഥം തുള്ളുമ്പോ തുള്ളട രാഘവൻ ആക്രമിച്ചവരല്ലേ ഇവര്? എന്നിട്ട് ഇപ്പോ ആ പരിയാരം മെഡിക്കൽ കോളേജ് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ ചെയർമാനായി ഒരു ഉളുപ്പുമില്ലാതെ എം വി ജയരാജൻ കടന്നിരുന്നില്ലേ? ഇവർ മാപ്പ് പറഞ്ഞു കൂത്തുപറമ്പ് രക്തസാക്ഷികളോട്. ഉളുപ്പുണ്ട് ഇവർക്ക്? ഈ കേരളത്തെ ഇതുപോലെ പിറകോട്ട് നയിച്ച ഒരു പ്രസ്ഥാനമല്ലേ ഇവര്? അതുകൊണ്ട് കേരളത്തെ 50 വർഷം പിറകോട്ട് നയിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദി ഇവരാണ്. അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുവരുന്നത് ഈ നാടിന്റെ ജനങ്ങൾ ഇവരെ ഒറ്റപ്പെടുത്തുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തെ സർവകലാശാലയിൽ ഇവർ മുന്നോട്ട് വരുന്നത് എന്നത് യാഥാർത്ഥ്യം. ശരി, ഓക്കെ. അതിന് പെട്ടെന്നൊരു മറുപടി. അതിനുശേഷം ബി.ജെ.പിയിലേക്ക് പോകാം. ഇത് ട്യൂബ്ലൈറ്റ് കത്തുന്നത് മാതിരി പതുക്കെ മിന്നി കത്തുന്ന ബുദ്ധിയാണ് നിങ്ങളുടേത്. 50 കൊല്ലം മുമ്പ് നടപ്പാക്കേണ്ട കാര്യം ഇപ്പോഴാണ് നടപ്പാക്കുന്നത് എന്നുള്ളതാണ് ആ വിമർശനത്തിന്റെ കാതൽ. അല്ല, അതിൽ ഒറ്റ ഭാഗത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ രജിലിനെ പോലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പ്രയോഗിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെയാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അതിന് ശക്തമായ മറുപടി എന്താണ്? ഛർദിൽ അതൊക്കെ അവിടെ അങ്ങ് വെച്ചാൽ മതി. ഛർദിൽ വാരുത്തുന്നവരൊക്കെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ വെച്ചാൽ മതി. അത് ഇങ്ങോട്ട് വരണ്ട. അത് മാന്യമായ ഒരു ഭാഷയിൽ സംസാരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. പ്രേക്ഷകർ നിശ്ചയിക്കട്ടെ. ശ്രീ രജിൽ, അങ്ങേ പോലുള്ള ഒരു നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട സംഘടന നേതാവ് ചാനൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണോ എന്നുള്ളത് അതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് വിഷയത്തിൽ അങ്ങ് വളരെ നിലവാരമില്ലാത്ത പ്രയോഗങ്ങൾ നടത്തരുത് എന്നുള്ളതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊന്ന്, അങ്ങ് ഇവിടെ പരിഹാരത്തെ കുറിച്ച് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരു തലമുറയുടെ അക്കാദമിക് താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് സമരം നടത്തിയ ആളുകൾക്കെതിരെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയാ? ശരി, ഓക്കെ, അത് വിടാം. പറയൂ. നിങ്ങളുടെ നിലപാട് മാറ്റുന്നതിനെയാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, അത് വിടാം. മറ്റു വിഷയങ്ങളുണ്ടല്ലോ, പറയൂ. അതാണ് ശ്രീ രജിൽ, അതിന്റെ മറുപടി പറയാൻ പോയാൽ പിന്നെ ചർച്ചയുടെ നിലവാരം തന്നെ മറ്റൊന്നിലേക്ക് പോകുന്നുള്ളതാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. മറ്റൊന്ന്, അങ്ങ് പറഞ്ഞ പെരിയാരവുമായി ബന്ധപ്പെട്ട് പെരിയാരം വിഷയവും മറുപടി എനിക്കുണ്ടല്ലോ. അല്ല, ഈ കേവല രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകണ്ട. ഒരുപാട് വിഷയങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടുപേരും ക്ഷമിക്കൂ. റിജിൽ, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ വിഷയവും പരിഹാരവും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അങ്ങക്ക് മനസ്സിലാകാത്തതാണോ, മനസ്സിലായിട്ടും അതിന്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ച് പറയുന്നതാണെന്ന് അറിയില്ല. മെഡിക്കൽ കോളേജിന്റെ വിഷയം എന്താ? പരിഹാരവുമായി ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലാണ്. അവിടുത്തെ TB സാനിറ്റോറിയത്തിൻ്റെ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുണ്ടായിരുന്ന TB സാനിറ്റോറിയവും ഏറ്റെടുത്ത് ഒരു സ്വകാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൻ്റെ ചെയർമാനായി ശ്രീ കരുണാകരനും കൺവീനറായി MV രാഘവനും പ്രവർത്തിച്ചുകൊണ്ട് അത് സർക്കാരിൻ്റെ ഭൂമിയും ആസ്തിയും തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ഒരു വലിയ നീക്കത്തിനെതിരായി നടന്ന സമരത്തിന്റെ പേരാണ് കൂത്തുപറമ്പ് സമരം. അതോടൊപ്പം കണ്ണൂർ ജില്ലാ ബാങ്ക് നടത്തിയ പിൻവാതിൽ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമാണ്. അങ്ങേക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല. അങ്ങ് മനസ്സിലാക്കൂ. അങ്ങ് മനസ്സിലാക്കിയിട്ട് മറുപടി പറയൂ. അതിനെയും ഇതിനെയും ചേർത്തൊക്കെ പറയരുത്. അതുകൊണ്ട് സഖാപുഷ്പനെയും കൂത്തുപറമ്പ് രക്തസാക്ഷികളുടെ മുദ്രാവാക്യത്തെ അല്ല, ഞാൻ പറയട്ടെ കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാകുമ്പോ എന്തിനാ കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞതാരാ? EMS അല്ലേ? അതിന്റെ സമരം നടത്തിയത്, അതിന്റെ സമരമല്ലേ നിങ്ങൾ നടത്തിയത്? കോളേജ് വിരുദ്ധ സമരം നടത്തിയത്. നായനാർ അധികാരത്തിൽ വന്നപ്പോ എത്ര സ്വാശ്രയ കോളേജ് അനുവദിച്ചു? ഈ നാരായണന്റെ പേരിൽ തലശ്ശേരി നിങ്ങളെ നേതാവല്ലേ? ശരി, ഓക്കെ, രണ്ടുപേരും ക്ഷമിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളുള്ള വിഷയമാണ്. നമുക്ക് 90കളിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. അങ്ങേലേക്ക് ഞാൻ വരാം. ശ്രീ പ്രിന്റു മഹാദേവ്, രാജ്യത്ത് ഒരുപാട് 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വേണ്ടി രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, അമിറ്റ് പോലെയുള്ള, അസീം പ്രേംജി പോലെയുള്ള, മണിപ്പാൽ അക്കാദമി പോലെയുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി മാറി നിൽക്കാൻ പറ്റില്ല. പണ്ട് എന്ത് പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് സ്വകാര്യ സർവകലാശാല വരാതിരിക്കണം എന്നിനി അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുമോ? തീർച്ചയായും അങ്ങ് പറയുന്ന പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഭാരതത്തിൽ ഗുണപരമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായി ആ മാറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ കേരളത്തിന് സാധിക്കില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വലിയൊരു അവരുടെ പ്രത്യയശാസ്ത്രപരമായ ഒരു തകർച്ചയുടെ തുടക്കമായിട്ടാണ് ഈ ബില്ലിൽ ഒപ്പിടുന്നതിന് ഞങ്ങൾ കാണുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്, ഇതിൻ്റെ ഗുണദോഷ വശങ്ങൾ. പക്ഷേ രാഷ്ട്രീയം പറയാതെ പോകാൻ വയ്യല്ലോ.
കാരണം നമുക്കറിയാമല്ലോ, ഈ കേരളത്തിൽ തന്നെ ഈ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഏറ്റവും അധികം പോരാടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഒരു പൊതു പരിപ്രേക്ഷ്യം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വകാര്യവൽക്കരണത്തിനെതിരെയാണ്. ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെയാണ് അവരുടെ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത്. ഇവിടെ സത്യത്തിൽ TP ശ്രീനിവാസനോടല്ല ഈ പറയുന്ന ആളുകളൊന്നും മാപ്പ് പറയേണ്ടത്. സത്യത്തിൽ മാപ്പ് പറയേണ്ടത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പുഷ്പനോടും കൂത്തുപറമ്പ് രക്തസാക്ഷികളോടാണ് സത്യത്തിൽ ഈ മാപ്പ് പറയേണ്ടത്. അതിന് ഈ ബില്ലിൽ ഒപ്പിടാൻ വേണ്ടി നിൽക്കുന്നത് ആളുകളിൽ അതിൽ തന്നെ ഈ പറയുന്ന പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ച് സ്വകാര്യവൽക്കരണത്തിനെതിരെ വലിയ വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ടുള്ള P രാജീവും ബാലഗോപാലും റിയാസും ഒക്കെ തന്നെ പ്രസാദും രാജനും ഒക്കെ തന്നെ ഇതിന് മൂകസാക്ഷികളാക്കി നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഒരു കാലത്തിൻ്റെ കാവ്യ നീതി മാത്രമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അധികാരത്തിൽ വരുന്ന സമയത്തും അധികാരമില്ലാത്ത സമയത്തും ഈ കേരളത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പൊതുപരിപ്രേക്ഷ്യത്തിൻ്റെ ഒരു തുറന്ന ചർച്ചയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ആഗോളതലത്തിൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യാതെ വയ്യ. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിനടക്കം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരേണ്ടത്, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരേണ്ടത് അനിവാര്യമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതു സംവിധാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറാണ്. അത് BJP കാരനായിരുന്നാലും ശരി, ഇനി കമ്മ്യൂണിസ്റ്റുകാരനായാലും ശരി, ലീഗുകാരനായാലും ശരി, ഒരു പൊതു മനസ്ഥിതി ഉണ്ട്. ആ പൊതു മനസ്ഥിതി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുമേഖല എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് സെക്ടറാണ്. ആ ഗവൺമെൻറ് സെക്ടറിൽ അധിഷ്ഠിതമായിട്ടാണ് കേരളത്തിനൊരു പൊതുബോധം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ എപ്പോഴും നമ്മൾ പറയുന്ന റിസർവേഷൻ അടക്കമുള്ള മാനദണ്ഡങ്ങൾ, ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ 40% റിസർവേഷൻ ഞങ്ങൾ ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. ഈ 40% റിസർവേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്? സർവ്വസാധാരണക്കാരനായിട്ടുള്ള അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പഠിക്കാനാണ്. ഈ സംവരണം ഏർപ്പെടുത്തിയത് കൊണ്ട് ഇവിടെ ഫീസ് ഇളവില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പിന്നോക്കാവസ്ഥയിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, SC വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക്, ഇനി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ഇവിടെ ഫീസ് ഇളവില്ല. അപ്പോൾ ഇവിടുത്തെ കരട് ബില്ലിനകത്ത് ആദ്യം ഇവർ വെച്ചുള്ള നിർദ്ദേശങ്ങളെ മുഴുവൻ തള്ളിക്കൊണ്ട് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വലിയൊരു കച്ചവട മേഖലയാക്കി മാറ്റാനുള്ള CPM-ന്റെ വലിയ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതിന് അപകടമുണ്ട് സാർ, അതിന് അപകടമുണ്ട്. കാരണം ഇവിടെ സംവരണ മാനദണ്ഡങ്ങൾ ഇവിടെ അട്ടിമറിക്കപ്പെടും. പൊതുവിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് വരേണ്യവർഗത്തിന്റെ കുത്തകയായിട്ട് മാറും. അതിനൊരു സംശയവും വേണ്ട. നമ്മൾ നേരത്തെ കേരളത്തിൽ മാത്രം ബാധകമായ കാര്യങ്ങളാണോ? മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും സ്വകാര്യ സർവകലാശാലയുമുണ്ട്, വിദേശ സർവകലാശാലയിലുമുണ്ട്. ഇന്നത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്ത താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഗുജറാത്തിൽ സറേ യൂണിവേഴ്സിറ്റി, UK സറേ യൂണിവേഴ്സിറ്റി അടുത്ത അധ്യയന വർഷം മുതൽ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഓൾറെഡി തന്നെ ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലെ ഡിക്കീൻ, അതുപോലെ തന്നെ മറ്റൊരു സർവകലാശാല, 2 ഓസ്ട്രേലിയൻ സർവകലാശാലകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സറേ യൂണിവേഴ്സിറ്റി കൂടി വരികയാണ്. ഡൽഹിയിൽ അടുത്ത വർഷം യൂണിവേഴ്സിറ്റി ഓഫ് സതാംപ്ടൺ അവരുടെ ക്യാമ്പസ് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇതുവരെ വിദേശ സർവകലാശാലകളിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇവിടുത്തെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്വകാര്യ മൂലധനമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ ഗിഫ്റ്റ് സിറ്റിയിൽ 4 or 5 വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് ക്യാമ്പസ് തുടങ്ങാം. അവിടെ AI ആണ് ആദ്യത്തെ പാഠ്യവിഷയമായി വരുന്നത്, ഈ സറേ യൂണിവേഴ്സിറ്റിയുടെ UK ക്യാമ്പസിൽ. അപ്പോൾ അവിടെയൊക്കെ ആവാം, ഇവിടെ പറ്റില്ല എന്നുള്ള നിലപാടെടുക്കരുത്. അങ്ങനെയല്ല സാർ, കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ സ്വീകരിക്കണം. നമുക്ക് നോക്കും, കേരളത്തിൻ്റെ ഇപ്പോൾ ഗുജറാത്ത് ആയിക്കോട്ടെ, ഉത്തർപ്രദേശ് ആയിക്കോട്ടെ, മഹാരാഷ്ട്ര ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ഒരു പൊതുവിദ്യാഭ്യാസത്തെ നമ്മൾ താരതമ്യപ്പെടുന്ന സമയത്ത് 1930-കളിൽ യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയതാണ് കേരളം. അപ്പം മനസ്സിലാക്കണം, കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം വേറെയാണ് സാർ. അതിന് നമ്മളൊരു പൊതുബോധം എന്ന രീതിയിൽ നമ്മളത് ആഴത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കൂ, നമ്മളൊരു 20 കിലോമീറ്ററിനകത്ത് ഒരു കോളേജ് ഉണ്ട് കേരളത്തിൽ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ സാർ അത് കാണാൻ സാധിക്കില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ അത്യാവശ്യം കുഴപ്പമില്ല നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളായിരുന്നു കേരളത്തിലുണ്ടായത്. പക്ഷേ ഒരു 25 വർഷം കൊണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ നിലവാര തകർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട് സാർ. ആഗോളതലത്തിലുള്ള യൂണിവേഴ്സിറ്റികളുടെ കണക്കിനകത്ത് ഇന്ത്യ യൂണിവേഴ്സിറ്റി 27 റാങ്കിൽ നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉള്ളൂ, അത് കേരള യൂണിവേഴ്സിറ്റിയാണ്. ആദ്യത്തെ 50 കോളേജിൽ ഒരു കോളേജ് പോലും ഇല്ല. ഇപ്പൊ ഓരോ മേഖല എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ നിലവിലുള്ള സർവകലാശാലകളെ തകർത്തതിനുള്ള ആദ്യം മുതൽ പറഞ്ഞ പൊതുബോധം എന്ന വാക്കിനെ തന്നെ എടുത്തുദാഹരിച്ചാൽ അത് തെറ്റായ ഒരു പൊതുബോധ നിർമ്മിതിയാണ്. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിന്റെ വിദ്യാഭ്യാസ പേജിലെ ഒരു വാർത്ത ഞാൻ വായിക്കാം. കേരളം മുന്നിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ സർവകലാശാലകളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ തോതിൽ ഏറ്റവും വർധന ഉണ്ടായത് കേരളത്തിൽ. 18-23 വയസ്സിനിടെ എത്ര ശതമാനം പേർ സംസ്ഥാന സർവകലാശാലകളിൽ ചേർന്നു എന്നതാണ് താരതമ്യം. 2011-12 21.8%, 2021-22 41.3% വിദ്യാർത്ഥികളെ ജെൻഡർ തുല്യതാ സൂചികയിലും കേരളമാണ് ഒന്നാമത്. ഇത് നീതി ആയോഗിന്റെ കണക്കാണ് കേട്ടോ. നീതി ആയോഗ് പറയുന്നത് യൂണിവേഴ്സിറ്റി എൻറോൾമെന്റിൽ
പൊതു യൂണിവേഴ്സിറ്റികളുടെ എൻറോൾമെന്റിൽ കേരളമാണ് 1ാം സ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആകെ തകർന്നുപോയി, യൂണിവേഴ്സിറ്റികളെല്ലാം ഇല്ലാതായി, എല്ലാ കുട്ടികളും മൈഗ്രേറ്റ് ചെയ്യാണ്, എല്ലാവരും UK-ലാണ് പഠിക്കുന്നത്. ഒന്നും വിചാരിക്കണ്ട. ഇന്ത്യയിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ, ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് നടക്കുന്ന യൂണിവേഴ്സിറ്റികൾ കേരളത്തിലാണുള്ളതെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗ് പറയുന്നത്. അല്ല, തീർച്ചയായും അങ്ങ് പറഞ്ഞതിന് വാദത്തിന് ഞാൻ അംഗീകരിക്കുന്നു. വാദത്തിനല്ല, നീതി ആയോഗ് പറഞ്ഞതാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റി. പക്ഷേ സാർ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എത്ര കോഴ്സുകളാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നത്? നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പുറത്തിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം കൂടിയും അവരുടെ തൊഴിൽ സാധ്യത കൂടി അങ്ങ് പരിശോധിക്കണമല്ലോ. അവിടെയാണ് വിദേശ സർവകലാശാല ഇവിടെ വരുന്നത്. വിദേശ സർവകലാശാല ഇവിടെ വരുന്നത് BA കോഴ്സോ BSc കോഴ്സോ നഴ്സിംഗോ തുടങ്ങാനല്ല സാർ. ഇവിടെ വരുന്നത് എന്താണ്? അവർ 3 സെക്ടറാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ, മറ്റൊന്ന് മെഡിക്കൽ, അതോടൊപ്പം തന്നെ അവർ AI പോലുള്ള മേഖല. അല്ലാതെ ഇവിടുത്തെ സാധാരണ വിദ്യാർത്ഥികളുടെ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളല്ല സാർ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. പൊതു സർവകലാശാലകളിലെ കോഴ്സുകൾ ശക്തിപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അതിനെ കൂടുതൽ മെച്ചമാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? പുതിയ തൊഴിലധിഷ്ഠിതമോ അതല്ലാത്തതോ ആയ ന്യൂജൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന 25 യൂണിവേഴ്സിറ്റികൾ വരട്ടെ. ഇവിടെയുള്ള ആളുകൾ വേറെ സംസ്ഥാനത്ത്, ഇപ്പൊ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പോയി AI പഠിക്കേണ്ട, തിരുവനന്തപുരത്ത് തന്നെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ? ഇതൊക്കെ ഗുജറാത്തിൽ മാത്രം വരാൻ പറ്റുന്ന കാര്യമാണോ? അല്ല സാർ, കേരള യൂണിവേഴ്സിറ്റിക്കും MG യൂണിവേഴ്സിറ്റിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും ഇത് തീരുമാനമെടുത്താൽ എന്താ സാർ പ്രശ്നം? അവരുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയാൽ എന്താ പ്രശ്നം? കാലാനുസൃതമായ മാറ്റം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ വരേണ്ട. ഞാൻ പറഞ്ഞ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരുന്നതോടൊപ്പം തന്നെ ഇവിടുത്തെ നിലവിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഘടനാപരമായിട്ടുള്ള മാറ്റം കൂടി സംസ്ഥാന സർക്കാർ അതിനും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളെയും തകർക്കാനുള്ള ശ്രമം കൂടി നമ്മൾ നിലവിലുള്ള കേരളത്തിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തണം എന്ന പോയിന്റിനോട് ഞാൻ യോജിക്കുകയാണ്. അത് യോജിക്കാവുന്ന ഒരു പോയിന്റുമാണ്. ശ്രീ പ്രേംകുമാർ, ഇവിടെ ഇപ്പോ സ്വകാര്യ സർവകലാശാലകൾ രാജ്യത്ത് വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 430 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ രാജ്യത്തുണ്ട്. പക്ഷെ കേരളത്തിൽ ഇതുവരെ ഇവിടെ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ സർവകലാശാല ഉണ്ടായിട്ടില്ല. അതിന് നയപരമായ അനുമതി ഉണ്ടായിരുന്നില്ല. വിവിധ സർക്കാരുകൾ നയപരമായി അതിന് അനുകൂലമായിരുന്നില്ല. ഇപ്പോൾ നയം മാറ്റം വരുന്നത് വഴി അടുത്ത വർഷത്തോടു കൂടി, ഒരു പക്ഷേ അടുത്ത അധ്യയന വർഷമോ അതിന്റെ അടുത്ത അധ്യയന വർഷമോ സംസ്ഥാനത്ത് ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റി, ഒന്നോ അതിലധികമോ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരും. കേരളത്തിൽ വരാൻ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് താല്പര്യമുണ്ട് താനും. എന്ത് ഗുണപരമായ മാറ്റം അതുണ്ടാക്കും? ഒപ്പം കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സാമൂഹ്യമായ പ്രത്യേകതകൾ പരിഗണിക്കേണ്ടതുണ്ട്. അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് കൂടി, അവരിലെ മിടുക്കരായ കുട്ടികൾക്ക് പഠിക്കാൻ കൂടി, വലിയ പണം മുടക്കാതെ പഠിക്കാൻ കൂടിയുള്ള അവസരം അതിനകത്ത് ഉണ്ടാകും. എങ്ങനെ സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ കഴിയും അതിൽ? അഭിലാഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 1-2 പ്രധാന കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഈ തർക്കത്തിനില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിലെ +2 ക്ലാസ്സുകളിൽ ഗൂഗിൾ ഉപയോഗിക്കാമോ എന്ന് ഇപ്പോൾ ഒരു ചർച്ച നടത്തുന്നത് പോലെയാണ് ഈ ചർച്ച എന്ന് ഞാൻ പറയും. കാരണം കുട്ടികൾ ChatGPT ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കാമോ എന്ന് ചർച്ച ചെയ്യുന്നത് പോലെയാണ്. കുട്ടികൾ ഇൻസ്റ്റയിലും എക്സിലുമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2023 നവംബർ 8-ാം തീയതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ ഗസറ്റ് പ്രകാരം ഇന്ത്യയിൽ എങ്ങനെയാണ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരേണ്ടത് എന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണത്. അവർ യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, ഫോറിൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, FHEI. ആ നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളമടക്കം ഏത് സംസ്ഥാനത്തിലും ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റി വരുന്നതിന് നിലവിൽ സംസ്ഥാന സർക്കാരിന് കാര്യമായ സേ ഇല്ല. അഭിലാഷ് പറഞ്ഞതുപോലെ ഡൽഹിയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും ഒക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾ വരുന്നു. ഇനി ആ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഗസറ്റിൽ BJPയുടെ പ്രതിനിധി ദയവായി ശ്രദ്ധിക്കുക, പറയുന്നത് 3 കാര്യങ്ങളെ നിർബന്ധം പറയുന്നുള്ളൂ. ഒന്ന്, ഗ്ലോബൽ റാങ്കിങ്ങിൽ ആദ്യത്തെ 500-ൽ പെട്ടതായിരിക്കണം ഈ യൂണിവേഴ്സിറ്റി. അവരുടെ മദർ രാജ്യത്ത് കൊടുക്കുന്ന അതേ ഡിഗ്രി ആയിരിക്കണം. മൂന്നാമത്തെ, സ്കോളർഷിപ്പ് കൊടുക്കണം. സ്കോളർഷിപ്പ് അവരെല്ലാവർക്കും കൊടുക്കും. അല്ലാതെ റിസർവേഷനെ പറ്റിയിട്ടോ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടോ ടീച്ചേഴ്സിൻ്റെ റെമ്യൂണറേഷനെ പറ്റിയിട്ടോ സ്റ്റുഡൻസിൻ്റെ ഫീസിനെ പറ്റിയിട്ടോ ഈ യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കാമെന്നുള്ള ഓർഡർ 2023 നവംബർ 8-ന് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അതിപ്പോഴും പ്രാബല്യത്തിലാണ്. അപ്പോഴാണ് നമ്മൾ അതിന് മുന്നേയുള്ള സ്റ്റെപ്പിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണമെന്നുള്ളത്. ഇനി കേരളത്തിൻ്റെ കേസിൽ അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത്. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലും ഇവിടെ തുടങ്ങിയിട്ടില്ല. ചർച്ചയുടെ ടൈറ്റിൽ അനുസരിച്ച് വൈകി വന്ന വിവേകമോ എന്ന് ചോദിച്ചാൽ വൈകിയാണ് വന്നത്, വിവേകമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത് ഒരു കാലത്തും പൂർണ്ണമായും സർക്കാർ മേഖലയിലായിരുന്നില്ല. നിലവിൽ 80% ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് സ്ഥാപിക്കപ്പെടുന്നത് 1817-ലാണ്. CMS കോളേജ് കോട്ടയം. അത് തുടങ്ങിയത് ഒരു വിദേശ സംഘടനയാണ്. ചർച്ച് മിഷണറി സൊസൈറ്റി ഓഫ് ഇംഗ്ലണ്ട് ആണ് തുടങ്ങിയത് 1817-ൽ.
ഇനി ലോകത്തൊരിടത്തുമില്ലാത്ത ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ് കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. 1957 വിദ്യാഭ്യാസ ബില്ലിൽ മഹാനായ ജോസഫ് മുണ്ടശ്ശേരി എഴുതി വെച്ചത്, അതായത് കേരളത്തിലുള്ള കുറേ സ്ഥാപനങ്ങൾ മാനേജർമാർ നടത്തുന്നുണ്ട്, അത് മുഴുവൻ ഏറ്റെടുക്കാനുള്ള സിസ്റ്റം സർക്കാരിന് ഇല്ലാത്തതുകൊണ്ട്, സാമ്പത്തിക ശേഷിയില്ലാത്തതുകൊണ്ട് ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള അധ്യാപകരുടെ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും ശമ്പളവും പെൻഷനും സർക്കാർ കൊടുക്കുകയും സ്കൂളും കോളേജും മാനേജ് ചെയ്യുന്നത് മാനേജർമാർ, സ്വകാര്യ മാനേജർമാർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു സംഘടനകളുടെ മാനേജർമാർ നടത്തുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ലോകത്തൊരിടത്തുമില്ല. അതായത് ഏത് സ്ഥാപനത്തിലും ആരാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അവരാണ് ശമ്പളം കൊടുക്കുന്നത്. യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ഒരു ഘടനാപരമായ പ്രശ്നം ശരിയാണ്. സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സംവരണ തത്വങ്ങളും അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഫാക്കൽറ്റികളുടെ നിയമനത്തിന്റെ കാര്യത്തിലായാലും, നിയമനത്തിൽ പൈസയൊക്കെ വാങ്ങുന്നുണ്ട്, അത് വേറെ വിഷയം. അവരുടെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലായാലും, വിദ്യാർത്ഥികളുടെ ഫീസിന്റെ കാര്യത്തിലായാലും, നിയമാനുസൃതമായ ഒരു സർക്കാർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ എയ്ഡഡ് കോളേജിലെ വിദ്യാർത്ഥിക്കും കിട്ടുന്ന വിധത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ ക്രമം ആ എയ്ഡഡ് സംവിധാനത്തിനകത്തുണ്ട്. ആ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ ക്രമം ഈ പറയുന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. യെസ്, ഞാൻ അതിലേക്ക് തന്നെയാ വരുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിലവിൽ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തും എഡ്യൂക്കേഷൻ രംഗത്തും സ്വകാര്യ മേഖലയുടെ വളരെ കൃത്യമായ ഇടപെടലുണ്ട്. അതിന്റെ മുകളിൽ സർക്കാർ നിയന്ത്രണങ്ങളുണ്ട്. അഭിലാഷ് തന്നെ പറഞ്ഞതുപോലെ 500-ലധികം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്, 100-നടുത്ത് ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ അവിടെ ഇല്ലാത്ത 4 കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്നറിയോ? ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇവിടെ ബാധകമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇല്ല. കോൺഗ്രസും BJPയും അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റിസർവേഷൻ ഇല്ല. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് പോലുള്ള സാധനങ്ങളില്ല. ഫാക്കൽറ്റിയുടെ ക്വാളിറ്റിയിലും എംപ്ലോയ്മെന്റ് മോണിറ്ററിംഗിലും അവിടെ നിയന്ത്രണമില്ല. നമ്മുടെ ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോലെയാണ് അവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നടക്കുന്നത്. ഈ ബില്ലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, UGCയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കണം ടീച്ചേഴ്സിന്റെ സിലക്ഷൻ എന്നുള്ളത്. അക്കാഡമിക് സൂപ്പർവിഷൻ ഇവരുടെ സകല ഗവേണിംഗ് ബോഡികളിലും സർക്കാരിന്റെ ഉത്തരവാദപ്പെട്ട നോമിനികൾ ഉണ്ട്. പിന്നെ 5-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എഡ്യൂക്കേഷൻ ഫീൽഡിൽ എക്സ്പെർട്ടൈസ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ തുടങ്ങാൻ പറ്റുക. നമ്മുടെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, AK ആന്റണി പറഞ്ഞ 2 സെൽഫ് ഫിനാൻസിങ് കോളേജ് സമം ഒരു എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞെടുത്ത് കണ്ട കച്ചവടക്കാരെല്ലാവരും സകലമാന ആളുകളും പോയി കോളേജ് തുടങ്ങുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് മുഴുവൻ പൂട്ടിപ്പോയിട്ടുള്ളത്. ഒറ്റ കണക്ക് കൂടെ ഞാൻ പറയാം. GER എന്ന് പറയുന്ന ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഓൾ ഇന്ത്യ ലെവലിലുള്ളത് 30 ആണ്, 30 ആണ്. കേരളത്തിൽ 42 UK-യിലും UAE-യിലും അത് 62. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 70 എത്തിക്കുക എന്നുള്ളതാണ്. GER 70 എത്തിക്കാനുള്ള നവകേരള വിഷനിൽ പറയുന്ന സാധനമാണ് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ വിത്ത് ക്ലിയർ സൂപ്പർവിഷൻ ഓഫ് ഗവൺമെന്റ് നോംസ്. അതാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അത് വൈകിയാണ് നടപ്പിലാക്കുന്നത്. ഇനി എത്രയും വേഗം നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഇതിനകത്തുള്ള നാഷണൽ ലെവലിലുള്ള പ്രശ്നങ്ങളെല്ലാം അഡ്രസ് ചെയ്ത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു ബില്ലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ അകത്ത് ക്രിയേറ്റീവായ സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയുകയാണ് വേണ്ടത്. അല്ലാതെ അന്ന് നിങ്ങൾ TP ശ്രീനിവാസന്റെ മേൽ കരിയോയിൽ ഒഴിച്ചില്ലേ, അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ കേവലമായ രാഷ്ട്രീയ യുക്തിയാണ്. അത് ഒരിടത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റ കാര്യം കൂടെ, 2016 എങ്ങനെയാണ് കേരളത്തിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ഉമ്മൻചാണ്ടി പ്ലാൻ ചെയ്യുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം 2023 കേന്ദ്ര ഗവൺമെന്റ് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇന്ത്യയെ കൊണ്ടുവരാനുള്ള നിയമം കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി വരാൻ പറ്റില്ലെന്നേ. അതെ, എഡ്യൂക്കേഷനിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് പെർമിറ്റ് ചെയ്തത് 2023 അപ്പൊ എങ്ങനെയാ 2016 ഉമ്മൻചാണ്ടി TP ശ്രീനിവാസൻ വഴി ഫോറിൻ യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക? എനിക്കറിയില്ല. അത് സാധ്യമല്ല എന്നാണ് വിചാരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ഫോറിൻ യൂണിവേഴ്സിറ്റികൾ അടക്കം കേരളത്തിലേക്ക് വരാൻ പോവാണ്. നമ്മുടെ കുട്ടികൾ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ഏറ്റവും പുതിയ സിലബസും ഏറ്റവും പുതിയ ടീച്ചിങ് മെത്തേഡും ആയതുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അതേ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ കേരളത്തിൽ കൊണ്ടുവന്നാൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും കേരളത്തിലേക്ക് വരും. കേരളത്തെ ഒരു നോളജ് ഇക്കോണമിയാക്കി മാറ്റുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഫ്യൂച്ചർ. അത് LDF-ഉം CPM-ഉം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രതികരണമാകുമോ ഉണ്ടാകുമായിരുന്നത്, അതോ വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരെ കേരളം കത്തുമായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, നമ്മളിപ്പോൾ അടിസ്ഥാനപരമായി ഇപ്പോഴത്തെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക,
കാലാനുസൃതമായി ചിന്തിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം, പക്ഷേ അതാണിപ്പോൾ നടപ്പാക്കപ്പെടുക. NEP അനുസരിച്ച് വിദേശ മൂലധനത്തിന് ഇന്ത്യയിലേക്ക് വരാം, വിദ്യാഭ്യാസ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നിരിക്കെ വിദേശ മൂലധനം വരും. ഞാൻ നേരത്തെ ഗുജറാത്തിന്റെ ഉദാഹരണം ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഡീംഡ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ യാതൊരു തരത്തിലുള്ള സർക്കാർ കൺട്രോളുമില്ല. സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന വിധത്തിൽ ഒരു ഫ്രെയിംവർക്കോടുകൂടി പരിമിതമായ സർക്കാർ നിയന്ത്രണമെങ്കിലും അതിൽ വരുത്തിക്കൊണ്ട്, ഞാൻ പറയുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളല്ല, മറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഒരു ഗ്യാരണ്ടിയോടുകൂടി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരിക എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വ്യത്യസ്താഭിപ്രായം പുലർത്തേണ്ട കാര്യമുണ്ടോ? അങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്ന ഒരു കാര്യം വരട്ടെ. നമ്മൾ മുൻപോട്ടാണല്ലോ പോകേണ്ടത്, പുറകോട്ടല്ലല്ലോ. 1996-ലോ 95-ലോ 94-ലോ എന്ത് സംഭവിച്ചു എന്നുള്ളതിനപ്പുറത്ത് 2025-ൽ എന്ത് സംഭവിക്കുന്നു, 26-ൽ എന്ത് സംഭവിക്കും എന്നുള്ളതല്ലേ നമ്മൾ ആലോചിക്കേണ്ടത്. ശ്രീ അഭിലാഷേ, കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോയവർ ഞങ്ങളായിരുന്നല്ലോ. അപ്പൊ അതിന് എല്ലാ ഘട്ടത്തിലും സമരം ചെയ്ത് നശിപ്പിച്ചത് ആരാണ്? ഇവരല്ലേ? ആ ആളുകളല്ലേ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടമാക്കിയവരുടെ പിറകിൽ നിന്നവർ ഇവരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. കേരളത്തിൽ മാത്രം രാജ്യത്ത് എമ്പാടും ഇത്തരത്തിലുള്ള സർവകലാശാലകൾ വരുമ്പോൾ കേരളത്തിൽ അത് വരേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരേണ്ടതായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഉണ്ടായത്. അപ്പൊ അതിനെതിരായി അപ്പോൾ എന്താ കാരണം? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അതിന്റെ പേറ്റന്റ് അവർക്ക് കിട്ടും. അതുകൊണ്ട് അത് നശിപ്പിക്കുക. എക്കാലം അത്ര അങ്ങനെയായിരുന്നല്ലോ ഇവരെടുത്ത നിലപാട്. നിങ്ങൾ പിന്നോട്ട് പോകണ്ട. 80-കളിലെ കാലഘട്ടത്തിലായാലും 90-കളുടെ കാലഘട്ടത്തിലായാലും ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളതാണ് ചർച്ച. ആ ചർച്ചയ്ക്കകത്ത് ഇവരെടുത്ത തീരുമാനമാണ് കേരളത്തെ പുറകോട്ട് നയിച്ചത്. തീർച്ചയായിട്ടും വിദേശ സർവകലാശാലകൾ ഇവിടെ വരുന്നത് കൊണ്ട് കേരളത്തിനകത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. പക്ഷെ അതിനകത്ത് ഇവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ചർച്ചകൾ വേണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇവർ ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള സമരങ്ങളും അതോടൊപ്പം ഇപ്പോൾ ശ്രീ പ്രേംകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ TP ശ്രീനിവാസനെ കരിയോയിൽ ഒഴിക്കുകയാണോ ചെയ്തത്? എത്ര ലാഘവത്തോടുകൂടി ഞാൻ പറയും. ആ മനുഷ്യനെ ക്രൂരമായി അദ്ദേഹം ഈ നാടിന് നൽകിയ സംഭാവനകൾ പോലും മാനിക്കാതെയല്ലേ ക്രൂരമായി തല്ലിയല്ലേ ചെയ്തത്, മർദ്ദിച്ചതല്ലേ, എന്നിട്ട് ന്യായീകരിക്കുക അത് കരിയോയിൽ ഒഴിച്ചു എന്ന് പറയാം. അപ്പൊ അത് അദ്ദേഹം ഈ പറയുന്ന പ്രേംകുമാറിനാണെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് സ്വീകരിക്കുക? ഇങ്ങനെയാണ് ഒരാളോട് പെരുമാറേണ്ടത്. അങ്ങനത്തെ സമരം നടത്തി, എന്നിട്ട് അതിനെതിരായി സമരം നടത്തി ശ്രീ വിജിന്റെ ഒക്കെ വീഡിയോ പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി എത്ര വാങ്ങിയെന്നാണ്, അബ്ദുൾ റബ്ബെ എത്ര വാങ്ങിയെന്നാണ്. അപ്പൊ ഇത് വരുന്നുണ്ട് പിണറായി വിജയൻ എത്ര വാങ്ങിയെന്ന് വിജിൻ ചോദിക്കണ്ടേ? അവിടെ ഇരിക്കുന്നുണ്ടല്ലോ നിയമസഭയിൽ, പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ടല്ലേ ഇരിക്കുന്നത്. ചോദിക്കണ്ടേ? ബിന്ദുവിനോട് ചോദിക്കണ്ടേ എത്ര വാങ്ങിയെന്നുള്ളത്? ഞങ്ങൾ ഇതൊരു കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ പല്ലും നഖം ഉപയോഗിച്ച് തകർത്തവരല്ലേ നിങ്ങൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ AK ആന്റണി കൊണ്ടുവന്ന സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട സമരം, ആ സമരത്തിനകത്ത് കേരളത്തിൽ സമരം കത്തുമ്പോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഇന്നത്തെ മുഖ്യമന്ത്രി മകളെ പഠിപ്പിച്ചത് അമൃതാനന്ദമയുടെ പേരിലുള്ള സ്വാശ്രയ കോളേജിലാ. പ്രവേശന പരീക്ഷ പോലും എഴുതാതെയാണ് അവിടെ സീറ്റ് തരപ്പെടുത്തിയെന്ന ബെർലിൻ കുഞ്ഞൻ നായർ അദ്ദേഹത്തെ ആത്മഹത്യയെ പറഞ്ഞത്. നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു? അപ്പൊ അതിനുശേഷം നിങ്ങൾ അത് നടപ്പാക്കിയില്ലേ? UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ഇത്തരം വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളെ നിങ്ങൾ പാടെ അവഗണിച്ചോ? നിങ്ങൾ പേര് മാറ്റിയോ അല്ലെങ്കിൽ പലതരത്തിൽ നിങ്ങൾ നടപ്പാക്കിയിട്ടില്ലേ? പ്രീ ഡിഗ്രിക്കെതിരായി ബോർഡിന് സമരം നടത്തി കേരളത്തിലെ മുഴുവൻ അന്ന് പഠിക്കുന്ന സർവകലാശാലയിലെ മുഴുവൻ കുട്ടികളുടെയും പരീക്ഷാ പേപ്പർ അഗ്നിക്കിരയാക്കി സമരം നടത്തിയില്ലേ? എന്നിട്ട് നായനാർ വന്നപ്പോൾ എന്താ ചെയ്തത്? +2 എന്ന പേരിൽ നിങ്ങൾ നടപ്പാക്കിയില്ലേ? പ്രീ ഡിഗ്രി ബോർഡിനെതിരെ +2 നടപ്പാക്കിയില്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളാണ് ഇത്തരത്തിലുള്ള ആഭാസ സമരങ്ങളും അക്രമ സമരങ്ങളും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയത് നിങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രത്തെ രേഖപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിനകത്ത് ഒരിക്കലും പിറകോട്ട് പോകാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കുട്ടികൾ ലക്ഷക്കണക്കിന് കുട്ടികളല്ലേ ഈ നാടിന്ന് ഒഴുകിപ്പോകല്ലേ. കണക്കെടുത്ത് പരിശോധിക്കും. ഓരോ നാട്ടിനകത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴാണ് നമുക്കതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കിട്ടുന്നത്. എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് ഓരോ സ്ഥലത്തും പോകുന്നത്. എന്തുകൊണ്ടാണ് പോകുന്നത്? അതിനുള്ള ഇടം ഈ കേരളത്തിലില്ല. നശിപ്പിച്ചതാരാ? ഈ നശിപ്പിച്ചതിന്റെ ആളുകൾ ഇവിടുത്തെ DYFI, SFI, CPM ആണ്. ശരി, അതാണ് പ്രശ്നം. അതിനെതിരെയാണ്, ആ വിഷയമാണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശരി, അത് എന്തുകൊണ്ട് നിങ്ങൾ മുമ്പ് ഈ നിലപാടെടുത്തു എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ആ ചോദ്യം അവിടെ നിൽക്കുമ്പോൾ ശ്രീ വിജിൻ, പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള നയം എന്താണ്?
യൂസർ പേ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ആവരുത് വിദ്യാഭ്യാസം ഒരു പ്രോഡക്റ്റ് അല്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർവീസാണ്. അത് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. യൂസർ, ഉപയോക്താവ് പണം മുടക്കി വാങ്ങേണ്ട ഒരു കമ്മോഡിറ്റി അല്ല വിദ്യാഭ്യാസത്തിന്റെ കമ്മോഡിഫിക്കേഷൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ എടുത്തിരുന്ന ഖണ്ഡിതമായ നിലപാട്. ഓക്കെ, അതായിരുന്നു നിലപാട്. അതിൽ താങ്കൾക്കൊരു ഒരു സന്ദേഹവും വേണ്ട, അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇപ്പോ പുതിയ സാഹചര്യത്തിൽ നമുക്ക് വിപണി എന്നുള്ള കാര്യത്തെ അംഗീകരിക്കേണ്ടതായി വരുന്നു. ചിലപ്പോൾ ഉപയോക്താവിന് പണം മുടക്കി തന്നെ വാങ്ങേണ്ടി വരും. അങ്ങനെ പണം നൽകാൻ കഴിയുന്ന ആളുകൾ നൽകി വാങ്ങുമ്പോഴും അവിടെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്കും കൂടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആ യൂസർ പേ പ്രിൻസിപ്പിളിനെ അനുവദിക്കുക, മാർക്കറ്റിന് വഴങ്ങുക എന്നുള്ളതല്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായി എന്ന് സത്യസന്ധമായി ഒരു നിലപാട് പ്രഖ്യാപനം നടത്തേണ്ട ഇടതുപക്ഷം. അല്ലാതെ ഞങ്ങൾ അന്ന് പറഞ്ഞത് അതല്ല, മറ്റേതാണ്, മറിച്ചതാണ്, അങ്ങനെയല്ലല്ലോ. പുതിയ കാലമാണ്, ഇനി മാറി നിൽക്കാൻ കഴിയില്ല. നമുക്ക് വിപണിയുടെ സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് കാലഹരണപ്പെട്ടു പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നയം മാറ്റി എന്ന് പറയണ്ടേ? ഇവിടെ വളരെ വ്യക്തമായി അങ്ങയുടെ ചോദ്യത്തിലേക്കുള്ള മറുപടി ആദ്യം പറയാം. ചില മറ്റുള്ളവരുടെ മറുപടി കൂടി അങ്ങ് സമയം അനുവദിക്കണം. ഇവിടെ വളരെ കൃത്യമായും ശ്രീ റിജിലു ആയാലും മറ്റ് പ്രതിനിധികളായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ഗവൺമെൻറ്റിൻ്റെ നയത്തെ നമ്മൾ കമ്പയർ ചെയ്യണം. ശ്രീ റിജിൽ, ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയാണെന്ന് തോന്നരുത്, പക്ഷേ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്രചരണത്തിന് വേണ്ടിയുള്ള ചില സമരങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങളെക്കുറിച്ചും ചില തെറ്റായ കാര്യങ്ങളെക്കുറിച്ചും കൂത്തുപറമ്പിൻ്റെ സമരത്തിൻ്റെ മുദ്രാവാക്യം നിങ്ങൾ ഈ പറയുന്ന ഒന്നും ആയിരുന്നില്ലെന്ന് ഞാൻ ആ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു. നിങ്ങൾ അനാവശ്യമായി നമ്മുടെ പ്രവർത്തകരിൽ എന്തോ തെറ്റിദ്ധാരണ ഉണ്ടാക്കേണ്ടത് കൂത്തുപറമ്പിൻ്റെയും സഖാവ് പുഷ്പൻ്റെയും ആ സമരത്തിൻ്റെയും ഭാഗമായി ഉണ്ടായ വിഷയത്തെ കൂടി ചേർത്ത് വെച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ഒരു പ്രചരണം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളും ഞങ്ങളോടൊപ്പം DYFIക്കാരായ SFIക്കാരായ മുഴുവൻ പ്രവർത്തകരും. ആ മുദ്രാവാക്യം മറ്റൊരു തലത്തിലാണ്, ഇത് മറ്റൊരു തലമാണ്. ഇവിടെ നാം കാണേണ്ടത് എന്താ? രണ്ട് ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് UDFൻ്റെ കാലത്ത് ഞങ്ങൾ എതിർത്തു, എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്നു? ഇതാണല്ലോ വളരെ പ്രസക്തമായ ഒരു ചോദ്യം. ഇതിൽ വളരെ കൃത്യമായി നേരത്തെ പ്രേംകുമാർ സാർ പറഞ്ഞതിനോടെല്ലാം ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ വശങ്ങൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് LDF ഗവൺമെൻറ്റിൻ്റെ ഈ വിഷയത്തിലെ നയം? സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പൊതുമേഖലയെ തകർക്കുകയല്ല നമ്മുടെ നയം. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപം ഉറപ്പുവരുത്തുക, അതാണ് ഇതിലുണ്ടായ നയ തീരുമാനം. അതിൽ വളരെ പ്രധാനമായി നേരത്തെ എനിക്ക് തോന്നുന്നു BJPയുടെ പ്രതിനിധി ചർച്ച ചെയ്യുമ്പോൾ ശ്രീ അഭിലാഷ് അങ്ങ് തന്നെ അതിന് മറുപടി കൊടുത്തു. കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം, നാക്കിൻ്റെ A++, ഞാനതിൻ്റെ എല്ലാ ചരിത്രത്തിലേക്കും പോയ സമയമെടുക്കും. കേരള യൂണിവേഴ്സിറ്റിക്ക്, കുസാറ്റിന്, സംസ്കൃത സർവകലാശാലയ്ക്ക്, കാലിക്കറ്റിന് മികച്ച നിലവാരത്തിലേക്ക് എത്തുന്നു. കേരളത്തിൽ നോക്ക്, രാജ്യത്തെ ആദ്യ 200 കോളേജുകളിൽ 42 കേരളത്തിലാണെന്നേ. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച 10 പൊതുമേഖലാ സർവകലാശാലകളിൽ 3 കേരളമാണ്. അതിൽ 9ാം സ്ഥാനം, 10ാം സ്ഥാനം, 11ാം സ്ഥാനമാണ്. 9ലും 10ലും 11ലും കേരളത്തിലെ പൊതുമേഖലാ സർവകലാശാലകൾ നിൽക്കുന്നു. അതായത് കേരളത്തിൻ്റെ പൊതുമേഖലയിലെ സർവകലാശാലകളെ ശക്തിപ്പെടുത്തുക എന്ന നയം തന്നെയാണ് ഇപ്പോഴും ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് പിണറായി വിജയൻ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് ഇനിയും ശക്തമായി സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ റിജിൽ മാക്കുറ്റി ഉൾപ്പെടെ പറഞ്ഞ ചില ഭാഗങ്ങളുണ്ടല്ലോ. എന്താ ആ ഭാഗം? ഒഴുകിപ്പോക്കിൻ്റെ തലം വളരെ ഗൗരവത്തോടു കൂടി നാം ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിൽ രാഷ്ട്രീയം കാണരുത്. ഒഴുകിപ്പോകുന്നതിൽ, വിദേശത്തേക്ക് പോകുന്നതിൽ വലിയ വിഭാഗം കുട്ടികൾ ചെന്നുപെടുന്നത് അപകടക്കെണിയിലാണ്, പല തരത്തിലുള്ള തട്ടിപ്പുകളിലാണ്. ആ യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലേക്ക് പല കണക്കുകളായിട്ട് വരുന്നുണ്ട്. എന്തോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ചർച്ചയല്ല അവിടെ നാം നടത്തേണ്ടത്. ഒഴുകിപ്പോകുന്നതിലെ വലിയ വിഭാഗം കുട്ടികൾ എത്തിച്ചേരുന്നത് അപകടക്കെണിയിലാണ് എന്നത് യാഥാർത്ഥ്യത്തെ കൂടി നാം മറ്റൊരു ആംഗിളിൽ ചർച്ച ചെയ്യണം. അതിൻ്റെ ഈ ആംഗിളിലേക്ക് ചർച്ചയെ മാറ്റുന്നത് നമുക്ക് മറ്റൊരു തലത്തിൽ മാതൃഭൂമിയിൽ തന്നെ നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് UDFൻ്റെ നയമുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ് ഞങ്ങൾ എടുത്തത്? അവിടെ സാമൂഹ്യ നീതി ഉണ്ടായിരുന്നില്ല, മെറിറ്റ് ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോണിൻ്റെ നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SFയുടെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അതിനെതിരായി ഞാൻ നടത്തിയ പ്രസംഗത്തിൽ പോലും അവിടെ സാമൂഹ്യ നീതിയില്ല, മെറിറ്റ് അല്ല. ഞാൻ പറയട്ടെ, UDFൻ്റെ നയത്തിൽ അവിടെ സാമൂഹ്യ നീതി ഉണ്ടായിരുന്നില്ല, അവിടെ മെറിറ്റ് ഉണ്ടായിരുന്നു. സ്വാശ്രയ എല്ലാ ഭരണാധികാരികളും സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമെന്നാണ് പ്രഖ്യാപിക്കുക. ഇപ്പോൾ താങ്കൾ അബ്ദുറബ്ബ് മന്ത്രിയായിരുന്ന സമയത്തെ വിദ്യാഭ്യാസ സംഗമത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അതിന്റെ മുമ്പത്തെ UDF സർക്കാരിന്റെ കാലത്ത് ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴും ഒരു ആഗോള വിദ്യാഭ്യാസ സംഗമം നടന്നിരുന്നു. അന്ന് TV രാജേഷോ M സ്വരാജോണ് SFയുടെ പ്രസിഡന്റ്, സെക്രട്ടറി. അന്നും ഇതേപോലെ സമരം നടന്നിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം റിജിൽ പറഞ്ഞത് ശരിയാണ്. എന്തൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ അതിനൊക്കെ എതിരെ
നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. പിന്നെ ഈ സാമൂഹ്യ നീതി, ഞങ്ങളുടെ സർക്കാർ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പറഞ്ഞില്ലേ? സ്വാശ്രയ കോളേജുകൾക്ക് സ്വാശ്രയ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അനുമതി കൊടുക്കുമ്പോൾ AK ആന്റണിയും ഇതേ കാര്യമാണ് പറഞ്ഞത്. സാമൂഹ്യ നീതി ഉറപ്പാക്കണം, പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. 2 സ്വാശ്രയ കോളേജ് വരുമ്പോൾ ഒരു ഗവൺമെന്റ് കോളേജിന് തുല്യമാകും. കാരണം പകുതി കുട്ടികൾക്ക് പകുതിയാകുമ്പോൾ ഒരു സർക്കാർ കോളേജിന് തുല്യമായ കുട്ടികൾക്ക് അവിടെ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ അത് നടപ്പാകാതെ വന്നപ്പോഴാണ് വലിയ സമരവും മറ്റു കാര്യങ്ങളൊക്കെ വന്നത്. ഏത് ഭരണാധികാരിയും, ഈ നയം കൊണ്ടുവരുന്ന ഏത് ഭരണാധികാരിയും ഞങ്ങൾ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് നടപ്പാക്കുന്നത് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഈ സർക്കാർ മാത്രമല്ല, അത് നടപ്പായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വേറെ വിഷയം. അതെ, തീർച്ചയായും അതാണ്. സ്വാശ്രയ കോളേജിൻ്റെ അനുഭവം അങ്ങ് പറഞ്ഞല്ലോ. ഒന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി തന്നെ കൊടുത്ത പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കേരളത്തിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ എവിടെയാണിപ്പോൾ? ആ നയം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിലേക്ക് കാര്യങ്ങളെത്തി. അവിടെ ഒരിക്കലും സാമൂഹ്യ നീതിയും മെറിറ്റും സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെന്ന യാഥാർത്ഥ്യം കേരളത്തിന് മുന്നിലുണ്ട്. UDFും ആന്റണിയും കൊണ്ടുവന്ന കാലത്ത് നമ്മൾ എതിർത്തത് ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നാം കാണേണ്ടത് എന്താ? ഇവിടെ കൃത്യമായി കേരളത്തിൽ ഗവൺമെന്റ് ഒരു വിദ്യാഭ്യാസ ബില്ല് കേരള നിയമസഭയിലേക്കാണ് മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു അപകടം കൂടി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി ഉൾപ്പെടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്താ? പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് കടന്നു വരും. ഇപ്പോഴുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സാഹചര്യം ഒന്ന് പരിശോധിച്ച് നോക്ക്. അവിടെ ഗവൺമെന്റിന് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? അവിടെ മെറിറ്റ് ഉണ്ടോ? അവിടെ സാമൂഹ്യ നീതിയുണ്ടോ? നമുക്ക് ഡിബേറ്റബിൾ ആണ്, ചർച്ച ചെയ്യാം. അത്തരത്തിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികൾ വന്നാൽ സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലും നിയന്ത്രണമില്ലാത്ത വിധത്തിലേക്ക് ആ സംവിധാനം മാറും. ഉന്നത വിദ്യാഭ്യാസം എന്നത് മെറിറ്റും സാമൂഹ്യ നീതിയും എല്ലാം അട്ടിമറിക്കപ്പെടും. അവിടെയാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നതോടുകൂടി ഇവിടെ ബില്ലിൽ കൃത്യമായി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം, ഡിബേറ്റബിൾ ആണ്. നിയമസഭയിൽ ചർച്ച ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിയിലൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമൂഹ്യ നീതിയുണ്ട്, അതോടൊപ്പം തന്നെ മെറിറ്റ് ഉണ്ട്. അധ്യാപക നിയമത്തിൽ ക്വാളിഫിക്കേഷൻ കൃത്യമായി പാലിക്കണം എന്ന് പറയുന്നുണ്ട്. സർക്കാരിന്റെ കൃത്യമായ നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണത്തിൽ നിൽക്കാത്തതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ നിലയിൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താൻ ഒരു ഹബ്ബാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയത്തെയാണ് നാം കാണേണ്ടത്. നിയന്ത്രണാധികാരത്തോടു കൂടിയുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ് വരുന്നതെന്നാണ്. ശ്രീ പുണ്ണുമഹാദ്, താങ്കൾ വിദ്യാഭ്യാസ രംഗത്തു കൂടിയുള്ള ആളാണല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികൾ ഉണ്ട് സാർ. അവ യാതൊരു തരത്തിലുള്ള സർക്കാർ നിയന്ത്രണത്തിലുമല്ല പ്രവർത്തിക്കുന്നത്. എന്ന് മാത്രമല്ല, ഓട്ടോണമസ് കോളേജുകൾ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പ്രഖ്യാതമായ കോളേജുകൾ പോലും ഓട്ടോണമസ് ആയിട്ടുണ്ട്. അക്കാഡമിക് ഓട്ടോണമി എന്നാണ് പ്രഖ്യാപനമെങ്കിലും എല്ലാ കാര്യങ്ങളും അവരവർ തന്നെയാണ് നടത്തുന്നത്. കാലപ്രവാഹത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ പൊതു രംഗത്ത് വിദ്യാഭ്യാസം ശക്തമായി നിൽക്കുമ്പോൾ തന്നെയും പ്രൈവറ്റ് പ്ലെയേഴ്സ് വരിക, അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് പ്രൊവൈഡ് ചെയ്യുക, അത് വാങ്ങാൻ കഴിയുന്ന ആളുകൾ വാങ്ങുക, ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകൂ? അല്ല, അങ്ങ് പറഞ്ഞ അതിനകത്ത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നേരത്തെ ഈ പ്രേംകുമാർ സാറ് പറഞ്ഞത് വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നിയമത്തിനകത്താണ് അദ്ദേഹത്തിന് ആ ക്ലോസ് പറഞ്ഞത്. അത് അംഗീകരിക്കുന്നു, അത് അംഗീകരിക്കാതെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് നമ്മൾ കാണുന്നത് പോലെ ഈ വിദേശ സർവകലാശാല കുത്തൊഴുക്കൊന്നും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇവിടെ വരാൻ പോകുന്ന അസീം പ്രേംജിയെ പോലെയുള്ള, ജിൻഡാലിനെ പോലെയുള്ള, മണിപ്പാലിനെ പോലെയുള്ള മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ഇതിനകത്ത് സർക്കാരിൻ്റെ ഇടപെടൽ എന്താ? അതാണല്ലോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സർക്കാരിന് ഇതിനകത്ത് ഫീസ് ഇനത്തിൽ യാതൊരു തരത്തിലുള്ള ഇടപെടൽ നടത്താൻ പറ്റില്ല. ഫാക്കൽറ്റികൾ ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഇടപെടലില്ല. ചാൻസലറോ തുടങ്ങി യാതൊരു വിധത്തിൽ അക്കാദമിക് നിയന്ത്രണവും സർക്കാരിനില്ല. സർക്കാർ ഇങ്ങനെ ഊഹം പോലെ ഞങ്ങൾ ഈ 40% സാമൂഹിക നീതി ഉറപ്പുവരുത്തും, സംവരണം ഉറപ്പുവരുത്തും. ഈ സംവരണം ഉറപ്പുവരുത്തലല്ലോ, സംവരണം ഉറപ്പുവരുത്തുന്ന വ്യക്തിക്ക് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തലല്ലേ? അതൊന്നില്ലെങ്കിൽ സർക്കാർ തയ്യാറാകണം, അല്ലെങ്കിൽ അതത് യൂണിവേഴ്സിറ്റി തയ്യാറാകണം. അതല്ല അതിനകത്ത് ക്ലോസ് കൊണ്ടുവരേണ്ടത്. അതല്ല ഇവിടെ പറയുന്നത്. അങ്ങ് പറയുന്നത് പോലെ പണമുള്ളവനും മാത്രം സ്വകാര്യ യൂണിവേഴ്സിറ്റിയിൽ AI പഠിക്കുക. നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ BA മലയാളം മാത്രം പഠിച്ച് നടക്കുക. അപ്പോൾ BA മലയാളം പഠിക്കുന്ന മലയാളിയായിട്ടുള്ള വിദ്യാർത്ഥിയും പണമുള്ള ഒരാൾ AI പഠിക്കുന്ന വിദേശ സർവകലാശാല അല്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റി AI പഠിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാർ? അവിടെയാണ് നമ്മൾ ഇവിടെ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ സർക്കാർ ഇടപെടണം എന്ന് പറയുന്നത്. സ്വകാര്യ യൂണിവേഴ്സിറ്റിക്ക് നമ്മളെതിരല്ല, വിദേശ സർവകലാശാലയ്ക്ക് നമ്മളെതിരല്ല. പക്ഷേ പ്രായോഗികമായിട്ടുള്ള ചില ഇടപെടലുകൾ കേരളത്തിൽ നടത്തേണ്ടതുണ്ട്. ഒന്നില്ലെങ്കിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്കൊപ്പം തന്നെ ഇവിടുത്തെ സർവകലാശാലകളെ അതേ യൂണിവേഴ്സിറ്റികളെ നിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. സ്വകാര്യ മൂലധനം കേരളത്തിലേക്ക് ഇവർ യൂണിവേഴ്സിറ്റികളൊന്നും കേരളത്തിലെ വിദ്യാർത്ഥികളെ പ്രബുദ്ധ നിലവാരം ഉണ്ടാക്കിക്കൊണ്ട് വലിയ വ്യക്തിത്വങ്ങളാക്കാൻ വേണ്ടിയൊന്നും അവർ വരുന്നത്. അവർക്ക് കൃത്യമായ ഉദ്ദേശമുണ്ട്. അവർ മൂലധന നിക്ഷേപം നടത്തുന്നത് പണം ഉണ്ടാക്കാനാണ് സാർ.
അവരെന്തിനാണ് ഇപ്പോൾ 100, 500, 1000 കോടി രൂപ ഇവിടെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവർ 10,000 കോടി അതിൻ്റെ ലാഭക്കൊയ്ത്ത് കണ്ടിട്ടാണ് അവർ ഇവിടെ പണം നിക്ഷേപിക്കുന്നത്. അല്ലാതെ നമ്മൾ കാണുന്ന പോലെ കേരളത്തിൻ്റെ ഒരു സാമൂഹികമായ സാമ്പത്തിക സംവരണം ഉറപ്പുവരുത്തി ഇവിടുത്തെ എല്ലാവർക്കും സാമൂഹിക നീതി ഉറപ്പുവരുത്താനല്ല. അവിടെയാണ് സർക്കാരിൻ്റെ ഇടപെടൽ കൃത്യമായിട്ടില്ലെങ്കിൽ ആന്റണിക്ക് പറ്റി അതേ പറ്റി തന്നെ ഇവിടെ കൃത്യമായിട്ട് സംഭവിക്കും. അപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ടി വരും. ഇതേ SFIക്കും DYFIക്കും ഒക്കെ പ്രക്ഷോഭത്തിന് ഇറങ്ങേണ്ട സാഹചര്യം വരും. നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ കപട രാഷ്ട്രീയമാണ് ഇവിടെ പറയുന്നത്. അവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് സ്വകാര്യവൽക്കരണത്തെ അന്ധമായി എതിർക്കുക. ഇവിടെ എത്ര പ്രക്ഷോഭങ്ങളാണ് അവർ നടത്തിയത്. അതേസമയത്ത് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ആ നടപടികളെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഈ മൂലനിക്ഷേപത്തിന് അനുകൂലമായി നിൽക്കുന്നു. ഇത് അന്ന് ചെയ്താൽ പോരെ? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പുഷ്പൻ ഉണ്ടാവില്ലല്ലോ, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉണ്ടാവില്ലല്ലോ. ഇവിടെ ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് തന്നെ നിങ്ങൾ നോക്കൂ. ഇതിനകത്ത് ഇവർ പറയുന്ന പ്രേംകുമാർ പറഞ്ഞ സാധനത്തിൽ ചില ക്ലറിക്കൽ മിസ്റ്റേക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഇതിനകത്ത് സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടായിട്ട് ഇതിനെ സർവോപരി സർക്കാർ കൺട്രോൾ ചെയ്യുന്നു. ഒരു കൺട്രോളിംഗ് ഇല്ല സാർ. അങ്ങനെയുള്ള ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ആ നിബന്ധനകൾ മാറ്റിവെച്ചു. എന്തിനു വേണ്ടിയിട്ട്? സ്വകാര്യ യൂണിവേഴ്സിറ്റി നിബന്ധനകൾ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ വരില്ല. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി എല്ലാ നിബന്ധനകളും മാറ്റി. ഇവിടെ മറ്റൊരു ക്ലോസ് ഉണ്ട്. ഇവിടെ സ്വകാര്യ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ സ്വാശ്രയ കോളേജുകളുടെ ബിൽഡിംഗ് 10 ഏക്കർ ഉണ്ടെങ്കിൽ അവിടെ എന്ത് തുടങ്ങാം? സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാം. അതിനർത്ഥം എന്താ? ഇവിടുത്തെ ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ തകർച്ച നേരിടുന്ന എഞ്ചിനീയറിംഗ് മേഖലയുണ്ട്. കുറേ എഞ്ചിനീയറിംഗ് പൂട്ടിക്കിടക്കുകയാണ്. 10 20 ഏക്കറോ ഭൂമിയുണ്ട്. ആ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഏജൻസി അവിടെയുണ്ട്. അവർക്ക് അവിടെ എന്ത് തുടങ്ങാം? സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാം. അപ്പൊ കേരളത്തിൽ പാരൽ കോളേജുകൾ പോലെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളാണ് സാർ വരാൻ പോകുന്നത്. അതിൽ സർക്കാരിന് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല. അങ്ങനെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരും. അതേസമയത്ത് ഒരു ഇന്റർനാഷണൽ നിലവിലുള്ള ഒരു 10 25 സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമാണ് അംഗീകാരം കൊടുക്കുന്നതെങ്കിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇത് അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഇതിന്റെ ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ ആർക്കും അംഗീകാരമുള്ള കേരളത്തിന്റെ ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ ആർക്കും ഈ സ്വകാര്യ യൂണിവേഴ്സിറ്റി തുടങ്ങാവുന്ന പശ്ചാത്തലമാണ് ഇതിനകത്തുള്ളത്. അതിനെയാണ് എതിർക്കേണ്ടത്. ഇപ്പോൾ ഒരു നിയതമായ ഒരു ഘടന വെച്ചോ ഒരു 25 സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ആദ്യഘട്ടമായി നമ്മൾ തുടങ്ങും, അല്ലെങ്കിൽ 10ഓളം ഏജൻസികൾ നമ്മൾ കൊടുക്കും. അങ്ങനെ ഇതിനകത്ത് പറയുന്നില്ല. അപ്പൊ കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടത്തിന് അരങ്ങൊരുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതിനകത്ത് നടക്കുന്നത്. വിദ്യാഭ്യാസ കച്ചവടം നടത്തുമെന്നുള്ളതാണ് താങ്കളുടെ പക്ഷേ പ്രേംകുമാർ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താം എന്ന് പറഞ്ഞല്ലോ ഒരു സ്വകാര്യ മൂലധനവും വരിക. മൂലധനം മുടക്കുന്ന ആളിന്റെ താല്പര്യം പ്രോഫിറ്റാണ്, അതല്ലാതെ സേവനമല്ലല്ലോ. അപ്പോൾ സ്വകാര്യ മൂലധനം വിദ്യാഭ്യാസ രംഗത്ത് വരുന്നത് ഒഴിവാക്കാനാകില്ലായിരിക്കും. പക്ഷേ അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ലാഭമാണ്. ആ ലാഭം എന്ന മോട്ടീവിൽ പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ കഴിയുമെന്ന ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, ആർക്കൊക്കെ പണം മുടക്കാൻ കഴിയും? ഇപ്പോൾ ആദ്യം ഒരു തിയേറ്റർ തുടങ്ങി, അത് നഷ്ടം വന്ന്, പിന്നെ അത് ഓഡിറ്റോറിയമാക്കി, അതും നഷ്ടം വന്ന്, എന്നാൽ പിന്നെ അത് എഞ്ചിനീയറിംഗ് കോളേജ് ആക്കാം. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി, ആ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിലും കുട്ടികൾ വരാത്തത് കൊണ്ട് എന്നാൽ പിന്നെ സർക്കാർ നയം മാറ്റി ഞാൻ ഫോറിൻ യൂണിവേഴ്സിറ്റി തുടങ്ങി കളയാം എന്ന് പറഞ്ഞ് ഫോറിൻ യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന ഒരു പണച്ചാക്കിന് എത്രമാത്രം ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫാക്കൽറ്റിയുടെ ക്വാളിറ്റി, കോഴ്സിന്റെ ക്വാളിറ്റി, വിദ്യാർത്ഥികളുടെ സാമൂഹ്യ നീതി ഇതൊക്കെ ഉറപ്പാക്കാൻ കഴിയും എന്നൊരു ചോദ്യമുണ്ട്. ഇതിപ്പോ സ്വകാര്യ മൂലധനം വന്നാൽ എല്ലാം ശരിയാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അഭിലാഷ്, ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫോറിൻ യൂണിവേഴ്സിറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ്, റിജുവിന്റെ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നോംസ് പ്രകാരം ഫീസിലോ ക്വാളിഫിക്കേഷനിലോ ടീച്ചേഴ്സിന്റെ ശമ്പളത്തിലോ റിസർവേഷനിലോ നിലവിൽ ഇന്ത്യയിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല. പക്ഷെ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ റാങ്കിങ്ങിൽ ടോപ്പ് 500 വരുന്ന സ്ഥാപനങ്ങൾക്കേ ഇവിടെ തുടങ്ങാൻ പറ്റുള്ളൂ. അവരുടെ നാട്ടിൽ കൊടുക്കുന്ന ഡിഗ്രിക്ക് ഇക്വലൻ്റായ ഡിഗ്രി മാത്രമേ ഇവിടെ കൊടുക്കാവുള്ളൂ എന്നുള്ളത്. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഭിലാഷും ഞാനും അല്ലെങ്കിൽ റിജിലും ഒന്നും കോളേജിൽ പോയതുപോലെ അല്ല ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ കോളേജിൽ പോകുന്നത്. അവർ വളരെ കൃത്യമായിട്ട് കോളേജിൻ്റെ റാങ്കിങ്ങും അതിൻ്റെ എംപ്ലോയബിലിറ്റിയും ഒക്കെ അസസ് ചെയ്തിട്ടേ കോളേജ് ചൂസ് ചെയ്യുള്ളൂ. നല്ല എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളിലേ കുട്ടികൾ പോവുള്ളൂ. ഇതൊരു ഹൈലി കോമ്പറ്റേറ്റീവായ ഫീൽഡാണ് ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. പ്രിന്റു പറഞ്ഞത് ശരിയാണ്, വരാൻ പോകുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിരിക്കാം. പക്ഷേ കുട്ടികൾ പോവാൻ പോകുന്നത്, ജോയിൻ ചെയ്യാൻ പോകുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലായിരിക്കില്ല, ഫോറിൻ യൂണിവേഴ്സിറ്റികളിലായിരിക്കും. ഫോറിൻ യൂണിവേഴ്സിറ്റികൾ തുടങ്ങുന്നതിൻ്റെ അകത്ത് ഒരുവിധ സർക്കാർ നിയന്ത്രണവും വേണ്ടാത്ത രീതിയിലുള്ള നിയമം നിങ്ങളാണ് കേന്ദ്രത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് കേരളത്തിന് ഡയല്യൂട്ട് ചെയ്യാൻ പറ്റൂല. റിജിൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ കരിയോല വെച്ച് ന്യായീകരിച്ചതല്ല. അതല്ല ഇനി പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്, ഇതിലുള്ള കാര്യങ്ങളാണെന്നാണ്. ഇനി വേറൊരു കാര്യം, ഈ മലയാളിയുടെ വലിയൊരു ഹിപ്പോക്രസിയാണ് പ്രിന്റു പറയുന്ന ഈ പൊതുബോധം എന്നുള്ളത്. സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മോശമാണെന്നുള്ളൊരു ധാരണ നിങ്ങൾ 4ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് പുസ്തകം എടുത്തു നോക്കിയാൽ അറിയാം. അതായത് ഏകവിള കൃഷി തുടങ്ങിയതിന് ശേഷം നെല്ലും എന്താ പറയുക
ഗോതമ്പൊക്കെ ഒന്നിച്ചുണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോഴാണ് ട്രേഡിംഗ് തുടങ്ങിയത്, ബിസിനസ് തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വന്നത്, അറബിക്ക് വന്നിട്ടുള്ളത്. കച്ചവടത്തിന് വേണ്ടിയാണ് വാസ്കോ ഡ ഗാമ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഞാനൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. കച്ചവടം എന്നുള്ളത് മഹാമോശം കാര്യം, എല്ലാം സർക്കാർ എന്നുള്ളത് ഏതോ കാലത്തെ വളരെ കാൽപ്പനികമായ ഒരു സങ്കല്പമാണ്. കോമ്പറ്റേറ്റീവ് തന്നെയാണ്. മാതൃഭൂമി ഒരു സ്വകാര്യ ചാനലാണ്. അതുകൊണ്ട് ഇതിൽ നടക്കുന്ന ചർച്ച മോശമാവില്ലല്ലോ. സ്വകാര്യ മേഖലയും എല്ലാവരും DD1 തന്നെ കാണണം, DD4 തന്നെ കാണണമെന്ന് പറയുന്ന പോലുള്ള ഏതോ ഒരു കാൽപ്പനിക യുഗത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കരുത്. ഇനി ഇത് മാത്രമല്ല, ഇവിടുത്തെ എഡ്യൂക്കേഷന്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവരെയാണ് അധ്യാപകരാക്കുക. ഞാൻ പറയട്ടെ, അതായത് PSC പരീക്ഷയ്ക്കാവട്ടെ, ഡിഗ്രി അല്ലെങ്കിൽ PG പരീക്ഷയ്ക്കാവട്ടെ, ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളാണ് കേരളത്തിൽ ഇന്ത്യയിൽ അധ്യാപകനാവുക. ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളല്ല. അധ്യാപകനായി കഴിഞ്ഞാൽ അങ്ങേരുടെ ഭാര്യയോ ഭർത്താവോ മരിക്കുന്നവരെ പെൻഷൻ കൊടുക്കുകയാണ് സ്റ്റേറ്റ്. ഗ്ലോബലി ഇതല്ല പ്രാക്ടീസ്. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഇവാലുവേഷൻ ഓൺ ടീച്ചേഴ്സ്. ഓരോ വർഷവും വിദ്യാർത്ഥികൾ ഇവാലുവേറ്റ് ചെയ്യണം ടീച്ചേഴ്സ് ശരിയാണോ എന്ന്. ശരിയാണെങ്കിലേ അടുത്ത കൊല്ലം അവർക്ക് പണിയുള്ളൂ. അത്തരം സ്ഥലങ്ങളിലെ കുട്ടികൾ പോവുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. സ്റ്റുഡൻസിന് ടീച്ചേഴ്സിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അല്ലാത്ത കോളേജുകളിൽ ഇനിയുള്ള കാലത്ത് കുട്ടികൾ പോവില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇവിടെ നമ്മൾ ടീച്ചേഴ്സിന് പ്രൊമോഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? സർവീസ് അനുസരിച്ചാ പ്രൊമോഷൻ. അങ്ങനെയല്ല, അവരുടെ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്. കേരളത്തിലെ BEdന് പഠിക്കുന്ന MEdന് പഠിക്കുന്ന കുട്ടികൾ ഇപ്പോഴും വെള്ള ചാർട്ട് പേപ്പറിൽ ചിത്രം വരയ്ക്കുകയാണ് ചെയ്യുന്നത്. തോണീൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. അതേസമയം ഡയറ്റിൽ വെച്ചിട്ട് നമ്മളെ സർവീസിലുള്ള ടീച്ചേഴ്സിന് AI ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 4ലും 5ലുമുള്ള കുട്ടികൾ AI ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുക. നോക്കൂ നിങ്ങൾ, 4ാം ക്ലാസ്സിലെ കുട്ടികൾ AI ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്നു. മാഷന്മാർക്ക് AI ട്രെയിനിങ് കൊടുക്കുന്നു. BEdന് പഠിക്കുന്നവർ കർശനമായിട്ട് പറയുന്നത് AIയോ ടൂൾസോ ഉപയോഗിക്കാൻ പാടില്ല, കൈകൊണ്ട് വരയ്ക്കണം എന്നാണ്. ഇങ്ങനെ തലതിരിഞ്ഞിട്ടാണ് നമ്മുടെ സംവിധാനമുള്ളത്. ഇത് വലിയൊരു തൊഴിൽ മേഖലയായിട്ടാണ് കാണുന്നത്. ഒരാൾ അധ്യാപകനായാൽ അയാളുടെ സർവ്വകാല സോഷ്യൽ സെക്യൂരിറ്റിയും ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിയും നിലനിർത്താനുള്ള തൊഴിൽ കേന്ദ്രങ്ങളായിട്ടാണ് കേരളത്തിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുന്നത്. അത് മാറിയിട്ട് കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് ജോലിയിലേക്കും അവർക്ക് ഇഷ്ടമുള്ള ജോലിയിലേക്ക് പോകാനുള്ള സ്ഥാപനങ്ങളായി മാറ്റിയാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോലെ, സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ പോലെ കുറുക്കൻ വന്ന് കിടക്കുന്ന പോലെ കാട് പിടിച്ച് കിടക്കും. ആ തരത്തിൽ ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. അതിലേക്കുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കേരളത്തിലും ഫോറിൻ യൂണിവേഴ്സിറ്റി വരുമെന്ന പ്രതീക്ഷയാണ് താങ്കൾക്ക്. പക്ഷേ അതിൽ സർക്കാർ ഒരു നയപരമായ തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനത്തിന്റെ ആവശ്യമില്ല എന്നാണ് താങ്കൾ പറയുന്നത്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ആദ്യം ശ്രീ വിജിൻ, ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി ബില്ലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിദേശ സർവകലാശാലകൾ, ഞാൻ നേരത്തെ വായിച്ചു, ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ സറേ യൂണിവേഴ്സിറ്റി അവരുടെ ക്യാമ്പസ് തുടങ്ങുന്നതിനെ പറ്റി. സദ്ദാംപ്ടൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിലേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയ മികവിന്റെ കേന്ദ്രങ്ങൾ, ഗ്ലോബൽ യൂണിവേഴ്സിറ്റികൾ വരുന്നത് ഗുണകരമാവും. അതുകൊണ്ട് കേരളത്തിലും വിദേശ സർവകലാശാലകൾ വരുമോ? വിദേശ സർവകലാശാലകൾ വരുന്ന കാര്യത്തിൽ നിങ്ങൾ നയം അനുകൂലമായി എടുത്തിട്ടുണ്ടോ? അതോ ഇനി വിദേശ സർവകലാശാലകൾ വന്നാൽ അത് വേണ്ട എന്ന് പറഞ്ഞ് സമരം ചെയ്യുമോ? അല്ല, ഇവിടെ ഇതിനെ സംബന്ധിച്ച് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ശക്തമായ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. ഡിബേറ്റബിൾ ആണ്. ഈ ഗവൺമെൻറ് ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാജ്യത്ത് ദേശീയ വിദ്യാഭ്യാസ നയം പാർലമെന്റ് പോലും ചർച്ച ചെയ്യാത്ത പോലെ ഏകപക്ഷീയമായി എല്ലാം കൊണ്ടുവരുന്നു. കഴിഞ്ഞ ബജറ്റിൽ ബാലഗോപാൽ പറഞ്ഞിരുന്നു, പക്ഷേ പിന്നീട് പൊളിറ്റിക്കൽ കമ്പൽഷൻസ് വന്നു. എന്റെ ചോദ്യം വളരെ സ്ട്രെയിറ്റ് ആണ്, വിദേശ സർവകലാശാലകൾ വരുമോ ഇല്ലയോ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രഖ്യാപിച്ച കരടുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ കരടുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മെറിറ്റും സാമൂഹ്യ നീതിയും സംരക്ഷിച്ചുകൊണ്ട് സംവരണ തത്വങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടി സ്വാഭാവികമായിട്ടും ഇനി ഉയർന്നു വരുമല്ലോ. ആ ചർച്ചകളെല്ലാം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോഴും പൊതുമേഖലയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ തീരുമാനം എടുക്കുക. ഇവിടെ പൊതുമേഖലയിൽ തന്നെ പിണറായി വിജയൻ ഗവൺമെന്റ് നമുക്ക് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒക്കെ ആരംഭിച്ചത് ഈ ഘട്ടത്തിൽ കൂടിയാണ്. ഇതേ കാലത്താണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഉൾപ്പെടെ ഈ കേരളത്തിൽ തുടങ്ങിക്കൊണ്ട് കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൊതുമേഖലയെ ശക്തിപ്പെടുന്ന സമീപനവും ഈ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടു പോകുക എന്നതാണ് അതിൽ കാണുന്നത്. അതിൽ ഒറ്റ ഭാഗം കൂടി ഒരു
ഒരു സെക്കൻഡ് അതിൽ ഒറ്റ ഭാഗം കൂടി ചേർത്ത് വെക്കാനുള്ളത്, ഇവിടെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ, അനാവശ്യമായി കൂത്തുപറമ്പിലെ സമരത്തിന്റെ മുദ്രാവാക്യങ്ങളൊന്നും ഇതിനോട് ചേർത്ത് വെച്ച് കെട്ടുന്നത് അത് ശരിയായ സമീപനമല്ല. രണ്ട് മുദ്രാവാക്യമാണ്. ശ്രീ റിജിൽ ആദ്യം ചോദിച്ചൊരു ഭാഗം, ഇപ്പോൾ പുഷ്പനും കൂത്തുപറമ്പിലെ സഖാക്കളും സമരം ചെയ്ത മെഡിക്കൽ കോളേജ് സർക്കാർ മെഡിക്കൽ കോളേജായി പിണറായി വിജയൻ ഏറ്റെടുത്തിട്ടുണ്ട്. ആ സമരത്തോട് മുദ്രാവാക്യത്തോട് നീതി പുലർത്തുക തന്നെ ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക. രണ്ട് മുദ്രാവാക്യമാണ്, നയങ്ങളാണ് നാം പരിശോധിക്കേണ്ട UDF-ന്റെയും LDF-ന്റെയും. കാലം മുന്നോട്ടാണല്ലോ പോകുന്നത്. ശ്രീ റജിൽ മാക്കുട്ടി, ഞാൻ കഴിഞ്ഞതിന്റെ മുന്നത്തെ ആഴ്ച ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി കേരളത്തിലെ. അപ്പോൾ അവരുടെ കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞത്, ഇപ്പോൾ 2 വർഷം കൊച്ചിയിലെ ക്യാമ്പസിൽ, 1 വർഷം UK-യിലെ ക്യാമ്പസിൽ പഠിക്കാനുള്ള അവസരം വിത്ത് 2 വർഷം സ്റ്റേ ബാക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ലോൺ എടുത്ത് വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഒരു തരത്തിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജാണ്. വിദേശ വിദ്യാഭ്യാസം കൂടി, വിദേശത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ക്ലബ് ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ കൊളാബ് എന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. അപ്പോൾ UK-യിലും US-ലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ലോൺ എടുത്ത് വിദ്യാഭ്യാസത്തിന് പോകുന്ന ആളുകൾക്ക് അതേപോലെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചോ ലോൺ എടുത്ത് ഇതുപോലെയുള്ള സർവകലാശാലകൾ ഇവിടെ വന്നാൽ ഇവിടെയും പുറത്തുമൊക്കെ സമാനമായ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ കഴിയും. ബാക്കി അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് പൊതു സർവകലാശാലകൾ ശക്തമാക്കുകയും വേണം. നമുക്ക് ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കി ഇനി ചിന്തിക്കാൻ പറ്റുമോ? ശ്രീ അഭിലാഷ്, എങ്ങനെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത്തരം സർവകലാശാലകൾ കേരളത്തിൽ വരേണ്ടതെന്നുള്ള നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചോദ്യം ചോദിക്കുന്നത്? ഇത്തരത്തിലുള്ള സർവകലാശാലകൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഗുണപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സർവകലാശാലകൾ വരട്ടെ. പക്ഷെ അതിനകത്ത് വരുമ്പോൾ അതിനകത്ത് പാലിക്കപ്പെടേണ്ട മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ, പൊതുമെറിറ്റ് അടിസ്ഥാനത്തിൽ അവർക്ക് അവിടെ അഡ്മിഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഇത്തരം എല്ലാ കാര്യങ്ങളെയും തകർത്ത് ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്നവരോട് മാത്രമുള്ള ചോദ്യം ഞാൻ ചോദിച്ചത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കൂത്തുപറമ്പ് വേറെയാണ്, പരിയാരം ഞങ്ങൾ പിടിച്ചു. ആ പരിയാരം മെഡിക്കൽ കോളേജ് നിങ്ങൾ പിടിച്ചെടുത്തിട്ട് എത്ര വർഷമാണ് നിങ്ങൾ അത് കാർന്ന് തിന്നത്? അതിന് കൊള്ളയടിച്ച് ഇന്ന് ആ പരിയാരം മെഡിക്കൽ കോളേജ്, അഭിലാഷേ നിങ്ങളൊക്കെ നാടല്ലേ, ആ ആശുപത്രി ഇപ്പം മരുന്ന് പോലും കിട്ടാത്ത അവസ്ഥയല്ലേ ഇപ്പൊ പരിയാരം മെഡിക്കൽ കോളേജിൽ? അതിനെ ഇതുപോലെ കൊല്ലാക്കൊല ചെയ്ത് സ്മാരകമാക്കി മാറ്റിയതല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എന്താക്കി? സർക്കാരിന്റെ കീഴിൽ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് അവസ്ഥ എന്താ? 282 കോടിയുടെ വികസന പദ്ധതി നടക്കുകയാണ്. ആവശ്യത്തിനുള്ള മരുന്നുകളും സംവിധാനങ്ങളും അവിടെ രോഗികൾക്ക് അവിടെ ലിഫ്റ്റ് പോലും പ്രവർത്തിക്കുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ സഖാക്കന്മാരെ SFI-ക്കാരെ DYFI-ക്കാരെ പിൻവാതിലൂടെ സകലമാന ഗുണ്ടകളെ ക്രിമിനലുകളെ കയറ്റി അത് നിങ്ങളുടെ പാർട്ടിയുടെ ഒരു സ്ഥാപനമാക്കി മാറ്റിയല്ലേ പരിയാരം മെഡിക്കൽ കോളേജ് ചെയ്തത് അല്ലേ? അവിടെ നിയമനം മുഴുവൻ നടത്തിയതായ ആ നിയമനത്തിൽ മുഴുവൻ പിൻവാതിലൂടെ നടത്തിയ ആളുകളല്ലേ? നിങ്ങളുടെ സഖാക്കളല്ലേ? പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂർ ഉത്തര മലബാറിന്റെ ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രമാകേണ്ട ഒരു മെഡിക്കൽ കോളേജിനെ ഇതുപോലെ തകർത്ത് തരിപ്പണമാക്കിയതിന്റെ ഉത്തരവാദി നിങ്ങളാണ് നശിപ്പിച്ചത്. അതിനകത്തുനിന്ന് പറ്റാവുന്ന മുഴുവൻ അടിച്ചു മാറ്റി നിങ്ങളല്ലേ? താങ്കളുടെ മണ്ഡലത്തിലല്ലേ ആ പരിയാരം മെഡിക്കൽ കോളേജ്? താങ്കളുടെ മണ്ഡലത്തിലല്ലേ? എന്താ അവിടെ അവസ്ഥ? അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വാഷിംഗ് മെഷീൻ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KSU MSF പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. ഒരു വാഷിംഗ് മെഷീൻ പോലും പഠിക്കുന്ന ഡോക്ടർമാരാ. വാഷിംഗ് മെഷീൻ ഞങ്ങൾ അവിടെ പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ വിഷയം എന്തായാലും പരിയാരം മെഡിക്കൽ കോളേജ് അല്ല, സ്വകാര്യ യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ കാണാം. ഏതൊക്കെ പ്ലേയേഴ്സ് വരും, ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ആരൊക്കെ കോളേജ് തുടങ്ങും, എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. വളരെ നന്ദി 4 പേർക്കും. സമയം അവസാനിച്ചു. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.